ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. അടിയൻ്റെ വിനീതമായ നമസ്കാരം. ഇന്നലെയും വൈകുന്നേരത്തും ഇന്ന് രാവിലെയും സത്സംഗം ഇല്ലായിരുന്നു. ഇന്ന് നമുക്ക് ആരംഭിക്കാം. മഹാഭാരത ചർച്ച തുടരാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികേ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓം അജ്ഞാനതിമിരന്ധസ്യ ജ്ഞാനാഞ്ജനശലാഘായ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപഗദാമഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോം ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സരഘുണോദാന്വിതം तं സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാന്വിതംശ്ച നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാകസ്വാമിനിതി നാമിനി നമാചാര്യപാദായ നിതായ കൃപപ്രദായിനി ഗൗരഗദാദാമദായ നഗരഗ്രാമതാരിണി നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്തസ്വാമിനിതി നാമിനി നമസ്തേ സാരസ്വതേ ദേവി ഗൗരവാണി പ്രചാരിണി നിർവിശേഷശൂന്യവാദി പാശ്ചാത്യദേശധാരിണി നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിസിദ്ധാന്ത സരസ്വതി നാമിനി ശ്രീഭാഷമാത്രംബി ദേവി ദേദായ കൃപാബ്ദയെ കൃഷ്ണസംബന്ധ വിജ്ഞാനാദായിനി പ്രഭവേ നമഃ. മാധുര്യോജ്വല പ്രേമാഢ്യ ശ്രീരൂപാനുഗ ഭക്തിദ ശ്രീഗൗരകരുണാ ശക്തി വിഗ്രഹായ നമോസ്തുതേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തി ദീനതാരിണി രൂപാനുഗ വിരുദ്ധ സിദ്ധാന്ത ദ്വന്ദ്വഹാരിണി നമോ ഗൗരകിശോരായ സാക്ഷാത് വൈരാഗ്യമൂർത്തയെ വിപ്രലംബരസാംബോധേ പാദാംബുജായതേ നമഃ. നമോ ഭക്തിവിനോദായ സച്ചിദാനന്ദനാമിനി ഗൗരശക്തിസ്വരൂപായ രൂപാനുഗപരായതേ ഗൗരാവിർഭാവഭൂമൈസ്തം നിർദ്ദിഷ്ട സജ്ജനപ്രിയ വൈഷ്ണവ സർവഭൗമ ശ്രീജഗന്നാഥായ തേ നമഃ. നമോ മഹാവദന്യായ കൃഷ്ണപ്രേമപ്രദായതേ കൃഷ്ണായ കൃഷ്ണചൈതന്യ നാമിനേ ഗൗരത്രിസേ നമഃ. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തികം. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. ജയതാം സുരദോ പങ്കോർമമ മന്ദമതീർഗതി മത്സർവസ്വപാദാംബോജോ രാധാ മദനമോഹനോ ദിവ്യവൃന്ദാരണ്യകൽപദ്രുമദ ശ്രീമദ് രത്നാകാര സിംഹാസനസ്ഥോ ശ്രീമദ് രാധാ ശ്രീലഗോവിന്ദദേവോ പ്രേഷ്ഠാരവേ സേവ്യമാനോ സ്മരാമി. ശ്രീമണ്ഡാസരസാരംഭി വംശീവടത്തടസ്ഥിത കർഷൻ വേണുസ്വനീർ ഗോപീർ ഗോപിനാഥ ശ്രീസ്തു തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ. മുഖം കരോതി വാചാലം പങ്കും ലംഘയതി ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യമീശ്വരം. ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. കഴിഞ്ഞ മഹാഭാരതത്തിൽ നമ്മൾ പഠിച്ചത് ജയദ്രഥന് പാണ്ഡവരിൽ നിന്ന് ലഭിക്കുന്ന ശിക്ഷ അല്ലേ? അതല്ലേ നമ്മൾ പഠിച്ചത്. ഇനി
അതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് നോക്കാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു മരണക്കുളത്തെക്കുറിച്ചാണ്. പാണ്ഡവർ വെള്ളം കുടിക്കാനായിട്ട് ഒരു കുളത്തിൻ്റെ തീരത്ത് വരികയും എല്ലാവരും മരിക്കുകയാണ്, യുധിഷ്ഠിരൻ ഒഴികെ. എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. എല്ലാം റെഡിയല്ലേ? നമുക്ക് ആരംഭിക്കാം. പാണ്ഡവർ 12ാമത്തെ വർഷം, വനവാസത്തിൻ്റെ അവസാന വർഷം, കാമിക വനത്തിൽ താമസിക്കുന്ന സമയത്ത് ദേവേന്ദ്രൻ ചിന്തിച്ചു എങ്ങനെ അവർക്ക് വേണ്ടി നന്മ ചെയ്യാമെന്ന്. ദേവേന്ദ്രന് നന്നായിട്ട് അറിയാമായിരുന്നു യുധിഷ്ഠിരന് കർണനെ നല്ല ഭയമാണ്. കാരണം കർണന്റെ കവചവും കുണ്ടലവും കർണന് നല്ല സംരക്ഷണം നൽകിയിരുന്നു. അതുകൊണ്ട് ആർക്കും കർണനെ വധിക്കാൻ കഴിയത്തില്ലായിരുന്നു. അതുകൊണ്ട് ദേവേന്ദ്രൻ നിശ്ചയിച്ചു ഒരു ബ്രാഹ്മണ വേഷത്തിൽ ചെന്ന് കർണനോട് കവചകുണ്ടലങ്ങൾ ചോദിക്കാമെന്ന്. ഇത് മനസ്സിലാക്കിയ സൂര്യദേവൻ, കാരണം സൂര്യദേവന്റെ മകനാണല്ലോ കർണൻ, സൂര്യദേവൻ കർണന്റെ സ്വപ്നത്തിൽ വന്നു, അതീവ സുന്ദരനായിട്ടുള്ള ഒരു ബ്രാഹ്മണനായിട്ട്. എന്നിട്ട് കർണനോട് പറയുകയാണ്, പ്രിയപുത്ര, നിന്റെ നന്മയ്ക്കായിട്ട് ഞാൻ ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. നീ ശ്രദ്ധിച്ചു കേൾക്കൂ. ദേവേന്ദ്രൻ നിന്റെ മുമ്പിൽ ഒരു ബ്രാഹ്മണന്റെ വേഷത്തിൽ വരും. എന്നിട്ട് നിന്റെ കവചകുണ്ടലങ്ങൾ അദ്ദേഹം ചോദിക്കും. അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം നീ ആരെങ്കിലും നിന്റെ മുമ്പിൽ വന്ന് ദാനമായിട്ട് എന്തെങ്കിലും ചോദിച്ചാൽ നീ കൊടുക്കാതിരിക്കത്തില്ല എന്ന്. പക്ഷെ നീ ഈ ഒരു ദാനം കൊടുക്കരുത്, അതിന് പകരമായിട്ട് നീ വേറെ എന്തെങ്കിലും കൊടുത്തോളാൻ പറഞ്ഞു. നീ ഈ കവചകുണ്ടലങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിന്റെ മരണം ഉറപ്പാണ്. പക്ഷെ അതേ സമയത്ത് ഈ കവചകുണ്ടലങ്ങൾ നീ ധരിക്കുകയാണെങ്കിൽ നിനക്ക് മരണത്തിൽ നിന്ന് രക്ഷപ്പെടാം. ഉടൻ തന്നെ കർണൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, അങ്ങ് ആരാണ്? അങ്ങ് എന്തുകൊണ്ടാണ് എന്നെക്കുറിച്ച് ഇത്രയും എൻ്റെ നന്മയ്ക്ക് വേണ്ടി അങ്ങ് ഇത്രയും ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു. ഉടൻ തന്നെ അദ്ദേഹം പറഞ്ഞു, ഞാൻ സൂര്യദേവനാണ്, നിന്നോടുള്ള വാത്സല്യം കൊണ്ട് ഞാൻ പറയുകയാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്കണം എന്ന് പറഞ്ഞു. കർണൻ അറിയത്തില്ലായിരുന്നു സൂര്യദേവൻ കർണന്റെ അച്ഛനാണെന്ന്. ഉടൻ തന്നെ കർണൻ പറഞ്ഞു, എൻ്റെ വലിയ ഭാഗ്യമാണ് സൂര്യദേവൻ, ഞാൻ എന്നും ആരാധിക്കുന്ന സൂര്യദേവൻ എൻ്റെ സ്വപ്നത്തിൽ വന്നത്, എൻ്റെ നന്മയ്ക്കായിട്ട് ഇത്രയും ഉപദേശങ്ങൾ നൽകുന്നത്. അങ്ങയോടുള്ള സ്നേഹം കൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, എന്നെ ഇതിൽ നിന്ന് തടയരുത്. കാരണം അത് എന്നേക്കുമായിട്ട് എനിക്കൊരു അപകീർത്തിയായിരിക്കും, മരണത്തെക്കാട്ടിയും വലിയ അപകീർത്തിയായിരിക്കും. സൂര്യദേവൻ അവിടുന്ന് നന്നായിട്ട് അറിയാലോ, ഒരു ബ്രാഹ്മണൻ വന്ന് എൻ്റെ ജീവൻ ചോദിക്കുകയാണെങ്കിൽ പോലും ഞാൻ എൻ്റെ ജീവൻ കൊടുക്കാനും തയ്യാറാണ്. ഇനി സാക്ഷാൽ ദേവേന്ദ്രൻ തന്നെ എൻ്റെ മുമ്പിൽ ഒരു ബ്രാഹ്മണ വേഷത്തിൽ വന്നിട്ട് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഞാൻ അതിനെ എങ്ങനെയാണ് നിരസിക്കാൻ കഴിയുക, കൊടുക്കാതിരിക്കാൻ കഴിയുക? എന്നാൽ ഇവിടെ മഹാഭാരതത്തിൽ പറയുന്നു, കർണൻ ഏറ്റവും പേരും പ്രശസ്തിയാണ് കർണന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കർണൻ എപ്പോഴും തോന്നുന്നു. അതുകൊണ്ട് അപകീർത്തി വരുന്ന ഒരു കാര്യവും കർണൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. പക്ഷെ അതേ സമയത്ത് ദ്രൗപദി വസ്ത്രാക്ഷേപ സമയത്തൊക്കെ അതൊന്നും കർണൻ ചിന്തിക്കുന്നില്ല. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആരെങ്കിലും എൻ്റെ മുമ്പിൽ വന്ന് തലകുനിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു പ്രത്യേകതരം ഈഗോ ഉണ്ട് കർണൻ്റെ ഉള്ളിൽ. അത് വളരെ, നമ്മൾ നേരത്തെ മഹാഭാരതത്തിൻ്റെ നമ്മുടെ സത്സംഗമൊക്കെ ആരംഭിച്ച സമയത്ത് ധൃതരാഷ്ട്രയെ കുറിച്ച് പറഞ്ഞില്ല, അതേപോലെ വളരെ
മിസ്റ്റീരിയസ്, അതായത് ഒരുപാട് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു വ്യക്തിത്വമാണ് കർണൻ എന്ന് പറയുന്നത്. പുറമെ വളരെ ധാർമ്മികനായിട്ട് കാണുന്നുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് അധർമ്മം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. എന്തായാലും കർണൻ ഇവിടെ സ്വന്തം പേരും പ്രശസ്തിയാണ് കൂടുതലും ചിന്തിച്ചത്. അതുകൊണ്ട് കർണൻ പറഞ്ഞു, ഞാൻ എൻ്റെ കവചം ദേവേന്ദ്രന് കൊടുക്കുകയാണെങ്കിൽ ഞാൻ എന്നെന്നും കീർത്തിമാനായിട്ട് ഭവിക്കും. പക്ഷെ അതേ സമയത്ത് ദേവേന്ദ്രൻ എന്നെന്നും അപമാനിതനായിട്ടിരിക്കും. കീർത്തിയാണ് ഒരു വ്യക്തിക്ക് സ്വർഗത്തിലേക്ക് എത്തിക്കുന്നത്. ഒരു കീർത്തിമാനായിട്ടുള്ള വ്യക്തി മരണത്തിന് ശേഷവും ജീവിക്കും. പക്ഷെ അപകീർത്തിയിലുള്ള വ്യക്തി മരണത്തിന് തുല്യമാണ് എന്നും പറഞ്ഞു, അവൻ ജീവനോടുണ്ടെങ്കിലും. അതുകൊണ്ട് സൂര്യദേവ, ഞാൻ എൻ്റെ കീർത്തിക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് എൻ്റെ മരണത്തെക്കാട്ടി. ഉടൻ തന്നെ സൂര്യദേവൻ പറഞ്ഞു, ഇതിലൊന്ന് ആലോചിച്ച് നോക്കണം. യുധിഷ്ഠിരൻ മഹാരാജ്, യുധിഷ്ഠിരനോട് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു, യുധിഷ്ഠിര കള്ളം പറയാൻ പറഞ്ഞു. അന്നേരം ഒരിക്കലും കള്ളം പറയാത്ത ആളാണ്. പക്ഷേ അത് ധർമ്മയുദ്ധത്തിന് വേണ്ടി ആയതുകൊണ്ട് അതിനുവേണ്ടി യുധിഷ്ഠിരൻ തയ്യാറായെന്നുള്ളു. മനസ്സിലായില്ലേ? ഭഗവാൻ സ്വയം ആയുധം ഒരിക്കലും എടുക്കത്തില്ലെന്ന് പറഞ്ഞു. പക്ഷേ ധർമ്മത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഭഗവാൻ ആയുധം എടുക്കാനും തയ്യാറായി. അന്നേരം ഇവിടെ കർണൻ്റെ ഒരു ഗുണമായിട്ടാണ് നമ്മൾ കാണുന്നെങ്കിലും കർണൻ ആക്ച്വലി വളരെ സ്വാർത്ഥനാണ്. അന്നേരം ഇവിടെ സൂര്യദേവൻ പറഞ്ഞു, പ്രിയപുത്ര, ഒരു ബുദ്ധിമാനായിട്ടുള്ള വ്യക്തി ഒരിക്കലും സ്വയത്തിന് അപകടം വരുന്ന രീതിയിൽ ഒരു കാര്യവും ചെയ്യാറില്ല. സ്വയത്തിനോ അവരെ ആശ്രയിക്കുന്ന വ്യക്തികളെയോ ഒരു അപകടത്തിലാക്കാൻ ഒന്നും ചെയ്യാറില്ല. എന്തായാലും നീ കീർത്തി മാത്രം ആഗ്രഹിക്കുന്നത്, പക്ഷെ അതിന് പകരം നീ കൊടുക്കുന്നത് നിന്റെ ജീവൻ വെച്ചിട്ടാണ് നീ കളിക്കുന്നതെന്ന് പറഞ്ഞു. സ്വന്തം ശരീരവും ത്യജിക്കുന്നതിലൂടെ, കീർത്തിക്ക് വേണ്ടി സ്വന്തം ശരീരം ത്യജിക്കുന്നതിലൂടെ നിനക്ക് എന്ത് ലാഭമാണ് കിട്ടുന്നത്? അന്നേരം പാണ്ഡവര് ഇതേപോലെ എന്ന് പറയാൻ കഴിയില്ല, പക്ഷെ അവരും അവരുടെ ജീവൻ വെച്ച് കളിക്കുന്നതായിട്ട് പലപ്പോഴും നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, പാണ്ഡവർക്ക് ഇത്രയും വലിയ അപമാനം സഹിക്കേണ്ടി വന്നു അല്ലേ? സ്വന്തം ഭാര്യയെ അപമാനിതയാക്കാൻ ശ്രമിക്കുകയാണ്. അന്നേരം ഇതൊക്കെ എത്ര ദുഃഖകരമായിട്ടാണ്. പക്ഷെ അവർ ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അവർ കീർത്തിയെക്കുറിച്ചോ യശസ്സിനെ കുറിച്ചോ അല്ല ചിന്തിക്കുന്നത്. അവർ ധർമ്മത്തിന് വേണ്ടി അപമാനം സഹിക്കാനും തയ്യാറാണ്. ഉടൻ തന്നെ സൂര്യദേവൻ പറഞ്ഞു, നീ ജീവനോട് ഇരിക്കുമ്പോഴല്ലേ നിനക്ക് ഈ കീർത്തിയൊക്കെ ആശ്വസിക്കാൻ പറ്റൂ. ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ പിന്നെ കീർത്തിയുടെ പ്രയോജനം എന്താണ്? അത് ശവത്തിനെ അലങ്കരിക്കുന്ന മാല പോലെയാണ്. എന്തായാലും നീ എന്നെ ആരാധിക്കുന്നതുകൊണ്ട് ഞാൻ നിന്റെ നന്മയ്ക്ക് വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. നീ നന്നായിട്ട് ആലോചിച്ചു കഴിഞ്ഞാൽ നിനക്ക് വളരെ ബുദ്ധിപരമായിട്ട് ഈ പ്രശ്നത്തിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയും. നിനക്ക് അർജുനുമായിട്ട് യുദ്ധം ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നീ എന്തായാലും നിന്റെ കവചകുണ്ടലങ്ങൾ ഒരിക്കലും കൊടുക്കരുത് എന്ന് ഭഗവാൻ സൂര്യദേവൻ പറയുകയാണ്. കവചകുണ്ടലങ്ങളില്ലാതെ നിനക്ക് അർജുൻ്റെ മുമ്പിൽ പിടിച്ചിരിക്കാൻ കഴിയില്ല എന്നാണ് ഇവിടെ സാക്ഷാൽ സൂര്യദേവൻ പറഞ്ഞത്. പക്ഷേ ഏറ്റവും വലിയ അത്ഭുതം നിങ്ങൾ നോക്കണേ, ഈ കവചകുണ്ടലങ്ങൾ ഉണ്ടായിട്ടുമാണ് കർണൻ പല പ്രാവശ്യം യുദ്ധത്തിൽ തോറ്റിരിക്കുന്നത്. ഗന്ധർവന്മാരുടെ മുമ്പിലും തോറ്റു അല്ലേ? ഇനി വിരാട് യുദ്ധത്തിലും തോൽക്കും. അങ്ങനെ കർണന് തന്നെ കർണൻ്റെ കവചകുണ്ടലത്തിൽ ഇത്രയും കോൺഫിഡൻസ് ഇല്ല എന്നും കൂടെ നമുക്ക് മനസ്സിലാക്കാം. കാരണം അത്രയ്ക്ക് അജയനാണെങ്കിൽ ആ കവചകുണ്ടലം വെച്ചുകൊണ്ട് തന്നെ ഇത്രയും യുദ്ധങ്ങളും തോറ്റുക. ഇനി കവചകുണ്ടലം അത്രയ്ക്ക് ശക്തമാണെങ്കിൽ അതും ഒരു അന്യായമല്ലേ മറ്റുള്ളവരോട് ചെയ്യുന്നത്? മറ്റുള്ളവരെല്ലാം അവരുടെ ബാഹുബലം കൊണ്ടും ആയുധന കലകളുടെ അറിവുകളുടെ അടിസ്ഥാനത്തിലുമാണ് ജയിക്കുന്നത്. പക്ഷെ കർണൻ സ്വന്തം കവചകുണ്ടലത്തിൻ്റെ ബലത്താലാണ് അവിടെ കർണൻ്റെ ആയുധന കഴിവുകളും അങ്ങനെയുള്ള കഴിവുകളല്ല അവിടെ പ്രകടമാകുന്നത്.
പക്ഷെ തീർച്ചയായിട്ടും കർണൻ പൂർവ്വജന്മത്തിൽ സഹസ്രകവചനായിരുന്നു. അന്നേരം അങ്ങനെ ഒരു തപസ്യയുടെ ബലമായിട്ട് കർണന്റെ തപോബലത്താൽ തന്നെയാണ് കർണൻ ഇത് ലഭിച്ചത്. അത് വേറെ കാര്യം. ഇവിടെ ഇതൊക്കെ കേട്ടിട്ടും കർണൻ ഒട്ടും അത് സമ്മതിക്കാൻ തയ്യാറായില്ല. എന്നിട്ട് കർണൻ പറഞ്ഞു, സൂര്യദേവ, അങ്ങ് എനിക്ക് എൻ്റെ ഭാര്യയെക്കാട്ടിയും മക്കളെക്കാട്ടിയും സുഹൃത്തുക്കളെക്കാട്ടിയും എന്നെക്കാട്ടിയും ഏറ്റവും പ്രിയപ്പെട്ട ആളാണ്. കർണൻ പറയുക, സൂര്യദേവൻ, ഞാൻ അങ്ങയുടെ ഏറ്റവും ഉത്തമ ആരാധകനായിട്ട് അങ്ങ് എപ്പോഴും കാണുക. അതുകൊണ്ട് അങ്ങ് കാരുണ്യപൂർവ്വം എനിക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യാൻ അനുവദിക്കുക. എനിക്കൊരിക്കലും അസത്യത്തിന് കൂട്ടു നിൽക്കാൻ കഴിയില്ല. ഇതൊക്കെ വെറുതെ പറയുന്നത്. എന്നിട്ടാണ് പാണ്ഡവരെ ചുട്ടുകൊല്ലാൻ വേണ്ടി കൂട്ടുനിന്ന്, അല്ലേ, ദ്രൗപദി അപമാനിക്കുന്നതിന് വേണ്ടി കൂട്ടുനിന്നു, ഇനി അഭിമന്യുവിനെ കൊല്ലാൻ വേണ്ടി കൂട്ടിയിരിക്കുന്നു. അതൊക്കെ ശരിയാണോ? അതുകൊണ്ട് മരണമാണ് എനിക്ക് ഏറ്റവും നല്ലത് എന്ന് ആര് പറഞ്ഞു? കർണൻ പറഞ്ഞു. അങ്ങനെ തല കുനിച്ച് കൈകൂപ്പി പ്രാർത്ഥനകളോടുകൂടി കർണൻ പറഞ്ഞു, എന്നോട് ക്ഷമിക്കണമെന്ന്. എനിക്ക് അർജുനോടൊരു ഭയമില്ല. പരശുരാമസ്വാമി എനിക്ക് ധാരാളം ആയുധങ്ങൾ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും അർജുനെ യുദ്ധത്തിൽ തോൽപ്പിക്കും സമയമാകുമ്പോൾ. ഇതാരാ വന്ന് പറഞ്ഞു? സൂര്യദേവൻ. എന്നിട്ടും പറഞ്ഞാൽ കേൾക്കത്തില്ല. അതുകൊണ്ട് എൻ്റെ പ്രതിജ്ഞ നിറവേറ്റാനായിട്ട്, എൻ്റെ വാക്ക് പാലിക്കാനായിട്ട് എന്നെ അനുഗ്രഹിക്കുക ദേവേന്ദ്രൻ വരുമ്പോൾ. സൂര്യദേവന് മനസ്സിലായി, എത്ര പറഞ്ഞാലും കർണന് മനസ്സിലാവത്തില്ല. കർണൻ്റെ മനസ്സ് മാറ്റത്തില്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ വേറൊരു ഉപായം സൂര്യദേവൻ ഇത് നേരത്തെ മുൻകൂട്ടി മനസ്സിലാക്കിയിട്ട് വേറൊരു ഉപായം കൂടെ കർണന് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് സ്വന്തം മകനായ കർണനോട് സൂര്യദേവൻ പറഞ്ഞു, ശരി, നീ അഥവാ കവചകുണ്ടലം ദേവേന്ദ്രന് കൊടുക്കാൻ തന്നെ തീരുമാനിക്കുകയാണെങ്കിൽ അതിന് പകരമായിട്ട് നീ തിരിച്ചെന്തെങ്കിലും ചോദിക്കുമെന്ന് പറഞ്ഞു. നീ അദ്ദേഹത്തെ വളരെ മനോഹരമായിട്ടുള്ള വാക്കുകൾ കൊണ്ട് സ്തുതിക്കും. എന്നിട്ട് പറയൂ, കവചത്തിന് പകരമായിട്ട് ഒരിക്കലും പിഴയ്ക്കാത്ത ഒരു ആയുധം നീ ചോദിക്കാൻ പറഞ്ഞു. ആ ഒരു ആയുധം നിൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നിനക്ക് നിൻ്റെ ശത്രുവിനെ കൊല്ലാൻ കഴിയും. ആ ഒരു ആയുധം ലഭിച്ചു കഴിഞ്ഞാൽ നീ അജയനായിട്ട് മാറും. അതിൻ്റെ പേര് തന്നെ ശക്തി അസ്ത്രം എന്നാണ്. ഇത് പറഞ്ഞിട്ട് സൂര്യദേവൻ അപ്രത്യക്ഷമായി. ഉടൻ തന്നെ കർണൻ്റെ കണ്ണു തുറന്നു സ്വപ്നത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ്. എഴുന്നേറ്റ് കുളിച്ചതിന് ശേഷം സൂര്യദേവൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കാനായിട്ട് പോയി. എന്നിട്ട് സ്വപ്നത്തിൽ കണ്ട കാര്യങ്ങളൊക്കെ സൂര്യദേവനെ നോക്കിയിട്ട് പറഞ്ഞു, ഇതൊക്കെയാണ് ഞാൻ സ്വപ്നത്തിൽ കണ്ടത്. അന്നേരം കർണൻ ഒരു ശബ്ദം കേട്ടു, നീ കണ്ടതെല്ലാം സത്യമാണ്. അന്നേരം ഇത് ഭയങ്കര അത്ഭുതപ്പെട്ടിട്ട് കർണൻ കൊട്ടാരത്തിലേക്ക് തിരിച്ചെത്തുകയാണ്. എന്നിട്ട് കർണനിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുക, ദേവേന്ദ്രൻ ഏത് നിമിഷം വരുമോ. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കർണൻ ഉച്ച സമയത്ത് ത്രിസന്ധികളിലും സന്ധ്യാവന്തനം ഉണ്ടല്ലോ. അന്നേരം ഈ നട്ടുച്ചയ്ക്ക് കർണൻ ഗംഗാതീരത്ത് ഗംഗാനദിയിൽ തർപ്പണം ചെയ്യാനായിട്ട് പോയി, സൂര്യദേവൻ്റെ ആരാധനയ്ക്കായിട്ട്. ആ ആരാധന കഴിഞ്ഞ ഉടൻ തന്നെ കുറച്ച് ഒരു കൂട്ടം ബ്രാഹ്മണർ ദാനം സ്വീകരിക്കാനായിട്ട് അവിടെ നിൽക്കും. ആരെയും കർണൻ നിരാശരായി മടക്കി വിടാറില്ല. ആ സമയത്ത് സാക്ഷാൽ ദേവേന്ദ്രൻ തന്നെ ഒരു ബ്രാഹ്മണന്റെ വേഷത്തിൽ കർണന്റെ മുമ്പിൽ നിൽക്കുകയാണ്. വളരെ തേജസ്വിയായിട്ടുള്ള ആ തപസ്വിയെ കണ്ടിട്ട് കർണൻ പറഞ്ഞു, സ്വാഗതം, ഞാൻ എന്താണ് അങ്ങേക്ക് നൽകേണ്ടത്? അങ്ങേക്ക് വേണമെങ്കിൽ പല പല ഗ്രാമങ്ങളും അങ്ങയുടെ പേരിൽ തരാം, പശുക്കളെ നൽകാം, അതീവ സുന്ദരികളായിട്ടുള്ള സ്ത്രീകളെ അങ്ങേക്ക് വിവാഹം കഴിക്കാനായിട്ട് കന്യാദാനമായിട്ട് തരാം, എന്താണെങ്കിൽ സ്വർണങ്ങൾ വേണോ? അങ്ങനെയൊക്കെ പറഞ്ഞു. അന്നേരം ഉടനെ ബ്രാഹ്മണൻ പറഞ്ഞു, എനിക്ക് ഇതിലൊന്നും താല്പര്യമില്ല.
മറ്റാർക്കെങ്കിലും ചോദിക്കുന്നവർക്ക് ആർക്കാണോ ഇതൊക്കെ വേണ്ടുന്നത് ആ വ്യക്തികൾക്ക് ഇതൊക്കെ കൊടുക്കാം. പക്ഷേ നീ യഥാർത്ഥത്തിൽ നിൻ്റെ പ്രതിജ്ഞ പാലിക്കുന്ന വ്യക്തികളാണെങ്കിൽ, നിൻ്റെ വാക്കിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ, നിൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗമായ കവചത്തെയും കുണ്ടലത്തെയും മുറിച്ച് എനിക്ക് തരൂ എന്ന് പറഞ്ഞു. ഇത് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കർണന് മനസ്സിലായി ഇത് സാക്ഷാൽ ദേവേന്ദ്രനാണ്. ഉടൻ തന്നെ കർണൻ പറഞ്ഞു, അങ്ങ് ആഗ്രഹിക്കുന്ന പോലെ എല്ലാം ഞാൻ തരാം. പക്ഷെ എന്തുകൊണ്ട് അങ്ങ് കവചം ചോദിക്കുന്നു? അതിന് പകരം അങ്ങേക്ക് അങ്ങയുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള സമ്പത്ത് വാങ്ങിച്ചൂടെ? അങ്ങ് എത്രത്തോളം കാലം ജീവിക്കുന്നോ അത്രത്തോളം സമ്പത്ത് അങ്ങ് ചോദിച്ചൂടെ? അത് എന്തിനാന്ന് വെച്ചാൽ ഇത് ദേവേന്ദ്രനാണെന്ന് മനസ്സിലായി. അന്നേരം ദേവേന്ദ്രനെ ഒന്ന് കളിയാക്കാനും പിന്നെ അതുകൂടാതെ ദേവേന്ദ്രൻ ആ കവചം കൊടുക്കാതിരിക്കാനുള്ള പല പല തന്ത്രങ്ങളും മെനയുമാണ് കർണൻ. പല രീതിയിലും ദേവേന്ദ്രനെ പിന്തിരിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷേ ദേവേന്ദ്രനല്ലേ ആൾ അല്ലേ? ദേവേന്ദ്രൻ പറഞ്ഞു, എനിക്ക് ആ കവചം കിട്ടിയേ പറ്റുള്ളൂ, അതില്ലാതെ വേറൊന്നും ഞാൻ സ്വീകരിക്കത്തില്ലെന്ന്. അവസാനം കർണൻ പറഞ്ഞു, എൻ്റെ ശരീരത്തിൽ നിന്നും ആ കവചവും കുണ്ടലവും പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ യുദ്ധത്തിൽ മരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ കവചം തരാൻ തയ്യാറാകാത്തത്. പക്ഷെ എന്നാലും എനിക്കറിയാം അങ്ങ് സാക്ഷാൽ ദേവേന്ദ്രനാണ്. അതുകൂടാതെ പാണ്ഡവരെ സഹായിക്കാൻ വേണ്ടിയാണ് അങ്ങ് വന്നിരിക്കുന്നതെന്നും എനിക്കറിയാം. പക്ഷെ അങ്ങ് ദേവനാണ്, ദേവന്മാരുടെ രാജാവാണ്. അതുകൊണ്ട് അങ്ങാണ് എനിക്ക് വരം നൽകേണ്ടത്. അതുകൊണ്ട് ഈ കവചത്തിന് പകരമായിട്ട് എനിക്ക് എന്തെങ്കിലും നൽകണമെന്ന് പറഞ്ഞു. ദേവേന്ദ്രൻ പറഞ്ഞു, ഞാനിവിടെ വരുന്നതിന് മുമ്പേ സൂര്യദേവൻ നിൻ്റെ മുമ്പിൽ വന്നിട്ട് എൻ്റെ ഉദ്ദേശങ്ങളെല്ലാം പറഞ്ഞു. അതുകൊണ്ട് എന്തായാലും സൂര്യദേവൻ എല്ലാം നിന്നോട് പറഞ്ഞു കഴിഞ്ഞല്ലോ. അതുകൊണ്ട് നീ ആഗ്രഹിക്കുന്ന പോലെ എൻ്റെ വജ്രായുധം ഒഴികെ നിനക്ക് എന്തു വേണമെങ്കിലും എന്നോട് ചോദിക്കാൻ പറഞ്ഞു. ഉടൻ തന്നെ കർണൻ പറയും, എനിക്ക് ശക്തി അസ്ത്രം മതി എന്ന്. സൂര്യദേവൻ പറഞ്ഞ ആ ശക്തി അസ്ത്രം മതി എന്ന്. ഉടൻ തന്നെ ദേവേന്ദ്രൻ ഒരു നിമിഷം ചിന്തിച്ചു. ഉടൻ തന്നെ ദേവേന്ദ്രൻ പറഞ്ഞു, ഞാൻ ആ ശക്തി അസ്ത്രത്തെ ആവാഹിച്ചു വെച്ചിരിക്കുകയാണ്. നീ എനിക്ക് ആ കവചം നൽകുന്ന ആ നിമിഷം തന്നെ ഞാൻ ശക്തി അസ്ത്രം നിനക്ക് നൽകുന്നു. പക്ഷേ ഒറ്റ നിബന്ധനയുണ്ടെന്ന് പറഞ്ഞു. അന്നേരം ആ നിബന്ധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എപ്പോഴും ഓർക്കുക, ഈ അസ്ത്രം അയക്കുമ്പോൾ ഒരേ സമയത്ത് 100 കണക്കിന് ശത്രുക്കളെ കൊന്നിട്ടേ അത് കയ്യിൽ തിരിച്ചെത്തും. പക്ഷേ ഈ ഒരു അസ്ത്രം നിനക്ക് ഒരാൾക്കെതിരെ മാത്രമേ ഒരു സമയത്ത് മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ. എന്നിട്ട് നിന്റെ ആ ശത്രുവിനെ കൊന്നു കഴിഞ്ഞാൽ ഈ ആയുധം എൻ്റെ കയ്യിൽ തിരിച്ചെത്തും. അതായത് ദേവേന്ദ്രൻ പറഞ്ഞു, ഈ ഒരു അസ്ത്രത്തിൻ്റെ പ്രത്യേകത, ഈ ശക്തി അസ്ത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 100 കണക്കിന് ശത്രുക്കളെ കൊന്നിട്ട് അത് തിരിച്ചെൻ്റെ കയ്യിലെത്തുന്നു. പക്ഷെ നിനക്കങ്ങനെ 100 പേരെ കൊല്ലാൻ കഴിയില്ല. നിന്റെ ശക്തനായിട്ടുള്ള ഒരു എതിരാളിയെ കൊല്ലാൻ വേണ്ടി ഈ ആയുധത്തെ ഉപയോഗിക്കാം. എന്നിട്ട് കൊന്നതിന് ശേഷം ആ വ്യക്തിയെ കൊന്നതിന് ശേഷം ആ ആയുധം എൻ്റെ അടുത്ത് തിരിച്ചെത്തുന്നു. ഉടൻ തന്നെ കർണൻ കുറച്ച് ആലോചിച്ചിട്ട് പറഞ്ഞു, വളരെ ഗൗരവത്തോടു കൂടി പറഞ്ഞു, എനിക്ക് ഒരാളെ മാത്രമേ കൊല്ലണമെന്നേ ഉള്ളൂ. അന്നേരം ദേവേന്ദ്രൻ അറിയാം ആരാം, അർജുനെ തന്നെ. എന്നിട്ട് ദേവേന്ദ്രൻ പറഞ്ഞു, എനിക്കറിയാം നീ ആരെ കൊല്ലാൻ ആഗ്രഹിക്കുന്നതെന്ന്. പക്ഷേ ആ വ്യക്തിയെ എപ്പോഴും സാക്ഷാൽ ഭഗവാൻ കൃഷ്ണൻ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭഗവാൻ കൃഷ്ണൻ സാക്ഷാൽ നാരായണനാണ്, അച്യുതനാണ്. ആ അച്യുതൻ സ്വയമാണ് നീ കൊല്ലാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഉടൻ തന്നെ
ഉടൻ തന്നെ കർണൻ പറഞ്ഞു, ഓ അതെന്തോന്നും ആവട്ടെ, അത് നമുക്ക് നോക്കാം. അതുകൊണ്ട് അങ്ങ് എന്തായാലും എൻ്റെ ആ അസ്ത്രം എനിക്ക് തരൂ. എന്തായാലും ആ അസ്ത്രം എനിക്ക് ലഭിച്ചു കഴിഞ്ഞാൽ മനുഷ്യരായിട്ടുള്ള എല്ലാ എതിരാളികളെയും ശത്രുക്കളെയും എനിക്ക് കൊല്ലാൻ കഴിയും. ആ ആയുധം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കവചം ശരീരത്തിൽ നിന്നും അറുത്തു മാറ്റുന്നതായിരിക്കും. പക്ഷേ എനിക്ക് അങ്ങയോടൊരു അഭ്യർത്ഥനയുണ്ട്, എൻ്റെ ശരീരം വിരൂപമായി മാറരുത്. കാരണം ഈ കവചം കർണൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗമായി മാറിയിരിക്കുകയാണ്. അതായത് നമ്മുടെ ശരീരത്തിൽ നിന്ന് തൊലി ഉരിച്ചെടുക്കുന്നത് പോലെയായിരുന്നു കർണൻ്റെ കവചം അറുത്ത് മാറ്റുക എന്ന് പറഞ്ഞു. അന്നേരം കർണൻ പറഞ്ഞു, ഞാൻ കവചവും കുണ്ടലവും അറുത്ത് മാറ്റുമ്പോൾ എൻ്റെ ശരീരം വിരൂപമായി മാറരുതെന്ന് പറഞ്ഞു. ഉടൻ തന്നെ ദൈവം പറഞ്ഞു, അങ്ങനെ തന്നെ ആവട്ടെ, നീ സത്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നതുകൊണ്ട് നിനക്ക് ഒരു തരത്തിലുള്ള ആപത്തുകളും വരത്തില്ല. ഇപ്പോൾ നീ എങ്ങനെയാണോ അതീവ സുന്ദരനായിട്ടിരിക്കുന്നത് അതേപോലെ തന്നെ നീ സുന്ദരനായിരിക്കും കവചം മാറ്റിയാലും. ഉടൻ തന്നെ കർണൻ എന്ത് ചെയ്തു, മൂർച്ചയുള്ള ഒരു കത്തി വെച്ച് കവചത്തെ മുറിക്കാൻ തുടങ്ങി. കർണൻ മുറിക്കുന്ന സമയത്തും, അതായത് നമ്മുടെ ദേഹത്ത് നിന്ന് തൊലി ഉരിച്ചെടുക്കുന്നത് പോലെ കർണന് വേദനയുണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടും ആ വേദനയുടെ ഇടയിലും കർണൻ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഈ ഒരു കാഴ്ച കണ്ടിട്ട് ദേവന്മാരും അസുരന്മാരും എല്ലാവരും കർണനെ സ്തുതിക്കുകയാണ്. അതൊന്ന് ആലോചിച്ച് നോക്കൂ, കർണൻ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും മഹാഭാരതത്തിൽ സ്തുതിക്കാറുണ്ട്, ചീത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ, മോശപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അത് അതേപടി പറയുന്നുമുണ്ട്. അന്നേരം മഹാഭാരതത്തിൽ ഒരിക്കലും കർണനെ ഉയർത്തി കാണിക്കുകയല്ല, അല്ലെങ്കിൽ ആൾ ചെയ്യാത്ത കുറ്റത്തിൻ്റെ പേരിൽ ആളിനെ വളരെ താഴ്ത്തി കാട്ടുകയല്ല. എന്താണോ നടന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ കഴിയും. എന്നിട്ട് ഈ ഒരു സന്ദർഭങ്ങളിലൊക്കെ തീർച്ചയായിട്ടും സാധാരണ ഒരു വ്യക്തിക്കൊന്നും ഇങ്ങനെ ചെയ്യാൻ കഴിയില്ല. പക്ഷെ എന്നാലും കർണൻ ദ്രൗപദി ദേവിയെ അപമാനിച്ച ആ വാക്കുകൾ, പിന്നെ അഭിമന്യുവിനെ കൊല്ലുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ, പിന്നെ പാണ്ഡവരുമായിട്ട് ഒരു കാരണമില്ലാതെ ഇത്രയും ശത്രുത പുലർത്തുന്നതും അതൊക്കെ വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. വേറെ എത്ര ഗുണങ്ങളുണ്ടെങ്കിലും ബാക്കിയുള്ള ദുർഗുണങ്ങൾ കാരണം എത്ര ഗുണങ്ങളുള്ള ഒരു വ്യക്തിയാണെങ്കിലും ഒരു സ്ത്രീയെ ബഹുമാനിക്കാൻ അറിയത്തില്ലെങ്കിൽ പിന്നെ ആ വ്യക്തിയെക്കുറിച്ച് എന്ത് പറയാനാണ്? അതൊരു സാധാരണ എല്ലാ സ്ത്രീജനങ്ങളും എല്ലാ അമ്മമാരെയും നമ്മൾ ബഹുമാനിക്കണം. പക്ഷെ ഇവിടെ ദ്രൗപദി ദേവിയെ പോലെ ഇത്രയും പരിശുദ്ധയായിട്ടുള്ള ഒരു പെൺകുട്ടിയെ പോലും, അതും മഹാറാണിയെ പോലും, അതും ദുശാസനോടും ദുര്യോധനോടും, അതായത് അവരുടെ അമ്മയുടെ സ്ഥാനത്താണ്, അങ്ങനെയുള്ള ഒരു സ്ത്രീയെ അപമാനിക്കാൻ കാരണം കൂട്ടിയിരിക്കുകയാണ്. അതൊരിക്കലും ശരിയല്ല. അന്നേരം ഇവിടെ കർണൻ്റെ ആ പ്രത്യേകത പറയുന്നു, സ്വന്തം ശരീരത്തിൻ്റെ ഭാഗമായി മാറിയിരുന്ന ആ കവചം കർണൻ അറുത്ത് മാറ്റുകയാണ് ശരീരത്തിൽ നിന്ന്. ആ സമയത്ത് കർണന് ഒരുപാട് വേദനയുണ്ട്. പക്ഷെ എന്നിട്ടും ആ വേദനയുടെ ഇടയിൽ പോലും കർണൻ ചിരിക്കുകയാണ്. അന്നേരം ദേവലോകത്തിൽ നിന്നും പുഷ്പവൃഷ്ടി ചെയ്യുകയാണ് എല്ലാ ദേവന്മാരും. അങ്ങനെ ആ കവചം പൂർണ്ണമായിട്ട് മാറ്റി, കുണ്ടലങ്ങളും മാറ്റി, രക്തത്തിൽ കുളിച്ചു നിൽക്കുകയാണ് കർണൻ. ഉടൻ തന്നെ കർണൻ ഉടൻ തന്നെ ദേവേന്ദ്രൻ കർണന് ആ ആയുധം കൊടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, നിനക്ക് അത്യന്തികം ആപത്ത് വരാതെ ഒരിക്കലും ഈ ആയുധം ഉപയോഗിക്കരുത്. അത്രത്തോളം ആപത്തിലാകുകയാണെങ്കിൽ മാത്രമേ നീ ഈ ഒരു ആയുധം ഉപയോഗിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഈ ആയുധം നിന്നെ തന്നെ വധിക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് ദേവേന്ദ്രൻ്റെ ലക്ഷ്യത്തെ പൂർത്തീകരിച്ചു എന്ന് വിചാരിച്ചിട്ട് നേരെ ദൈവലോകത്തേക്ക് വിട്ടു. ഈ നമ്മൾ പറഞ്ഞില്ലേ ആ മരണക്കുളം, അത് ആ ഭാഗത്തേക്ക് വരികയാണ്. പാണ്ഡവർ ദ്വൈതവനത്തിൽ വനവാസത്തിൻ്റെ അവസാന സമയം വരെ ദ്വൈതവനത്തിൽ തന്നെ കഴിഞ്ഞുകൂടാം എന്ന് വിചാരിച്ചു. ഇനി അധികം സമയമില്ല അജ്ഞാതവാസത്തിൻ്റെ കാലാവധി തുടങ്ങുന്നതായിട്ട്. ഇനി 12 വർഷം കഴിഞ്ഞിട്ട് 1 വർഷത്തെ അജ്ഞാതവാസം ഇനി ആരംഭിക്കുകയാണ്. അധികം സമയമില്ല, അധികം ദിവസങ്ങളില്ല. അന്നേരം അവരെല്ലാവരും തമ്മിൽ ചിന്തിച്ചു, നമുക്ക് എവിടെ പോവാം. അങ്ങനെ ഒരു ദിവസം
ഋഷിമാരുമായിട്ട് ഇങ്ങനെ കൂടി ആലോചിച്ചിരുന്ന സമയത്ത് ഒരു ബ്രാഹ്മണൻ വളരെ ദുഃഖിതനായിട്ട് യുധിഷ്ഠിരന് മുമ്പിൽ വന്നു. എന്നിട്ട് പറഞ്ഞു, ഒരു മാൻ ഇദ്ദേഹം ഹോമാഗ്നിയിൽ തീ പ്രകടിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ആ വടികൾ കൊണ്ടുപോയിരിക്കുകയാണ്. അത് ഉൾക്കാട്ടിലേക്ക് പോയിരിക്കുകയാണ്. അന്നേരം യജ്ഞത്തിന് വേണ്ടുന്ന ആ സാമഗ്രികളെല്ലാം കൊണ്ടുവരികയാണ്. ഇതെല്ലാം ഒരു കെട്ടായിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഈ മാൻ എങ്ങനെയൊക്കെയോ അത് കൊമ്പിൽ കൊളുത്തി പോയിരിക്കുകയാണ്. ആ ഒരു സാമഗ്രികൾ എനിക്ക് കിട്ടിയില്ലെങ്കിൽ എൻ്റെ യജ്ഞങ്ങളെല്ലാം മുടങ്ങുമെന്ന് യുധിഷ്ഠിരനോട് പറയാം. ഉടൻ തന്നെ യുധിഷ്ഠിര മഹാരാജ് കൂട്ടത്തിലുള്ള സഹോദരന്മാരായിട്ട് എഴുന്നേറ്റിട്ട് പറഞ്ഞു, വിഷമിക്കേണ്ട, നമുക്ക് എന്തായാലും അത് തിരിച്ചു കൊണ്ടുവരാമെന്ന്. ഉടൻ തന്നെ അവരുടെ അമ്പും വില്ലും ഒക്കെ ശേഖരിച്ച് ആ മാനിനെ അന്വേഷിച്ച് അവർ യാത്രയാകുകയാണ്. അവർ ഒരുപാട് അസ്ത്രങ്ങൾ മാനിനെതിരെ അയച്ചെങ്കിലും ആ മാനിനെ പിടിക്കാൻ കഴിഞ്ഞില്ല. അതിവേഗതയിൽ ആ മാൻ ഓടിക്കൊണ്ടേയിരുന്നു, ഉൾക്കാട്ടിലേക്ക് അപ്രത്യക്ഷമായി. സഹോദരങ്ങളെല്ലാവരും, പാണ്ഡവരെല്ലാവരും തളർന്നു, നിരാശരായി. അവസാനം ഒരു വലിയൊരു വടവൃക്ഷത്തിൻ്റെ ചൂട്ടിലേക്ക് എത്തി. അവരവിടെ വിഷമിക്കുകയായിരുന്നു. നകുലൻ വളരെയധികം ദുഃഖിതനായിട്ട് യുധിഷ്ഠിരനോട് പറഞ്ഞു, നമ്മൾ ഒരിക്കലും അധർമ്മം ചെയ്തിട്ടില്ല, നമ്മളെപ്പോഴും ധർമ്മത്തിനു വേണ്ടി പോരാടിയിട്ടേ ഉള്ളൂ. ആരെങ്കിലും എന്തെങ്കിലും ദാനം ചോദിച്ചാൽ പോലും നമ്മൾ ഒരിക്കലും അവരെ നിരാശരാക്കിയിട്ടില്ല. പക്ഷെ എന്നിട്ടും ഒരു ബ്രാഹ്മണൻ നമ്മളോട് ഇത് ചോദിച്ചിട്ട് നമുക്ക് എന്തുകൊണ്ട് അതിൽ വിജയിക്കാൻ കഴിയുന്നില്ല? ഇത് വലിയൊരു പാഠമാണ് നമുക്ക്. ഇവിടെ ഇവർ പരമാവധി പരിശ്രമിച്ചിട്ടും അവർക്ക് അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ, അതായത് മാനിനെ പിടിക്കാൻ കഴിയുന്നില്ല. അന്നേരം ഇതിൽ നിന്ന് അവരെന്താ പറയുന്നതെന്നറിയാം, നമുക്ക് ഇനി ശ്രമിക്കാം എന്നല്ല. ഇവിടെ ഇവർ അവരുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചിട്ടും കാര്യം നടന്നില്ല. അന്നേരം ഇവിടെ നകുലൻ പറയുന്ന കാരണങ്ങൾ കണ്ടോ? നമ്മൾ ഒരിക്കലും അധർമ്മം ചെയ്തിട്ടില്ല, നമ്മൾ ഒരിക്കലും അലസരായിട്ടിരുന്നിട്ടില്ല, നമ്മൾ ആരെങ്കിലും ദാനങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊടുക്കാതിരുന്നിട്ടില്ല, പിന്നെ എന്താ നമുക്ക് ഈ ഒരു പ്രശ്നം നേരിടേണ്ടി വരുന്നത്? അന്നേരം ഈ കാരണങ്ങളാലാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പരാജയം സംഭവിക്കുന്നത്. ഇങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും ഒരു സഹായം അഭ്യർത്ഥിച്ചിട്ട് അത് സഹായം കൊടുക്കാതിരിക്കുന്നു. അത്രത്തോളം ആശ്രിതരാണെങ്കിൽ, അവർക്ക് വേറൊരു ആശ്രയം ഇല്ലാത്ത വ്യക്തികളാണെങ്കിൽ അവർക്കായിട്ട് എന്തെങ്കിലും ഒരു സഹായം ചോദിച്ചിട്ട് അത് കൊടുക്കാതിരിക്കുന്നു, അല്ലെങ്കിൽ പിന്നെ അതിനുള്ള വഴി ഉണ്ടായിട്ടും. ഹരേ കൃഷ്ണ. അതുകൂടാതെ അധർമ്മം ചെയ്യുമ്പോൾ, അലസരായിട്ടിരിക്കുമ്പോൾ, ഇതെല്ലാമാണ് ഒരു വ്യക്തിയിൽ പരാജയം കൊണ്ടുവരുന്നത്. ഉടൻ തന്നെ യുധിഷ്ഠിര മഹാരാജ് എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ വില്ല് തറയിൽ വെച്ചിട്ട് പറഞ്ഞു, ഈ ലോകത്ത് നിർഭാഗ്യത്തിന് ഒരു അളവില്ല നകുല. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ചില കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്നതിന് കാരണം തിട്ടപ്പെടുത്തി എടുക്കാൻ കഴിയില്ല. കാരണം സാക്ഷാൽ ധർമ്മദേവനാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പാപത്തിനും പുണ്യത്തിനും അതിൻ്റേതായിട്ടുള്ള ഫലങ്ങൾ നൽകുന്നത്. ഭീമൻ വളരെയധികം നിരാശനായിട്ട് യുധിഷ്ഠിരനോട് പറഞ്ഞു, വലിയൊരു ആപത്താണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഞാൻ ദുശാസനെ കൊന്നില്ല, ദ്രൗപദി ദേവിയെ അപമാനിച്ച് കൊണ്ടുവന്ന സമയത്ത് ഞാൻ എന്തുകൊണ്ട് ദുശാസനെ കൊന്നില്ല? അതുകൂടാതെ കർണൻ വളരെ ക്രൂരമായിട്ടുള്ള വാക്കുകൾ പറഞ്ഞപ്പോൾ അർജുൻ പറയുകയാണ്, ഞാനും പ്രതികരിച്ചില്ല. ഇതൊക്കെയായിരിക്കും നമുക്ക് ഈ ഒരു ആപത്ത് വരാൻ കാരണം. സഹദേവൻ പറഞ്ഞു, ഞാനും ശകുനിയെ കൊല്ലേണ്ടതായിരുന്നു. ആ ചൂതുകളിൽ നമ്മളെ പറ്റിച്ച് ഇത്രയും ദ്രോഹം നമുക്കെതിരെ ചെയ്തപ്പോൾ ഞാൻ ശകുനിയെ കൊല്ലേണ്ടതായിരുന്നു. അതും ഞാൻ ചെയ്തില്ല. യുധിഷ്ഠിരൻ മഹാരാജ് നകുലിനോട് പറഞ്ഞു, നല്ല ചൂടാണ് ഇപ്പോൾ കാട്ടിൽ,
നകുല, നീ മരത്തിൻ്റെ മുകളിൽ കയറി അടുത്തെങ്ങാണോ ഏതെങ്കിലും കുളമുണ്ടോ എന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. നിങ്ങളുടെ സഹോദരങ്ങളെല്ലാവരും വളരെയധികം തളർന്നിരിക്കുകയാണ്, ദാഹിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ദാഹമൊക്കെ ഒന്ന് മാറ്റി കുറച്ചു നേരം വിശ്രമിച്ചിട്ട് അടുത്തത് എന്ത് ചെയ്യാമെന്ന് നമുക്ക് നിശ്ചയിക്കാമെന്ന് പറഞ്ഞു. ഉടൻ തന്നെ നകുലൻ മരത്തിൻ്റെ മുകളിൽ കയറി എന്നിട്ട് ചുറ്റും നോക്കി. ഉടൻ തന്നെ നകുലൻ പറഞ്ഞു, ലക്ഷണങ്ങൾ വെച്ച് നോക്കുമ്പോൾ അധികം ദൂരെ അല്ലാതെ ഒരു കുളം ഉള്ളതായിട്ടാണ് തോന്നുന്നതെന്ന് പറഞ്ഞു. എനിക്ക് കുളത്തിൽ നിന്ന് ചില ശബ്ദങ്ങൾ കേൾക്കാൻ കഴിയുന്നു, അവിടെയുള്ള ചില കൊക്കുകളുടെ ശബ്ദവും കേൾക്കാൻ കഴിയുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും അവിടെ അടുത്ത് അധികം ദൂരെ അല്ലാതെ കുളമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു പറഞ്ഞു. ഉടൻ തന്നെ നകുലൻ മരത്തിൽ നിന്ന് താഴോട്ട് ഇറങ്ങിയപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു, മോനെ, നീ പോയി കുറച്ച് വെള്ളം ശേഖരിച്ച് കൊണ്ടുവരും, നമുക്ക് എല്ലാവർക്കും വേണ്ടി. ഉടൻ തന്നെ നകുലൻ ആവനാഴിയിൽ നിന്ന് കുറച്ച് അസ്ത്രങ്ങൾ മാറ്റി അതിൽ വെള്ളം കൊണ്ടുവരാൻ തീരുമാനിച്ചു. അങ്ങനെ അധികം വേഗതയിൽ തന്നെ അദ്ദേഹം ആ കുളത്തിൻ്റെ അടുത്ത് എത്തി. ധാരാളം താമരകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന കുളമായിരുന്നു. അതിൻ്റെ മുമ്പിൽ ഇങ്ങനെ മുട്ടുകുത്തി വെള്ളം ശേഖരിക്കാനായിട്ട് ഇങ്ങനെ കുനിഞ്ഞു. വെള്ളം കുടിക്കാൻ തുടങ്ങുമായിരുന്നു. ഉടൻ തന്നെ ഒരു ശബ്ദം കേട്ടു, മോനെ, വെള്ളം കുടിക്കരുത്, ഈ കുളം എൻ്റേതാണ്. ആദ്യം എൻ്റെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകണം, എന്നിട്ടേ നീ വെള്ളം കുടിക്കാൻ പാടുള്ളൂ. നകുലൻ ചുറ്റും നോക്കി, ആരെയും അവിടെ കാണുന്നില്ല. പക്ഷെ നകുലിന് നല്ല ദാഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ ശബ്ദത്തെക്കുറിച്ച് കേൾക്കാതെ, അതിനെക്കുറിച്ചൊന്നും അത്ര ഗൗരവത്തോടു കൂടി എടുക്കാതെ എന്ത് ചെയ്തു, കൈവച്ച് വെള്ളം ഇങ്ങനെ കുടിക്കാൻ തുടങ്ങി. കൈവച്ച് ഇങ്ങനെ വെള്ളം ശേഖരിച്ച് കുടിക്കാൻ തുടങ്ങി. ആ വെള്ളം കുടിച്ച് ചുണ്ടിൻ്റെ വായുടെ ഉള്ളിലേക്ക് ആ വെള്ളം പ്രവേശിച്ച ഉടൻ തന്നെ ആൾ മരിച്ചു എന്നുള്ളത്. യഥാർത്ഥത്തിൽ മരിച്ചു എന്നല്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ യുധിഷ്ഠിരന് വലിയ ടെൻഷനായി, അല്ലേ? നകുലൻ ഇതുവരെയായിട്ടും വന്നിട്ടില്ല. സഹദേവനോട് പറഞ്ഞു, സഹദേവ, നീ പോയി നോക്കും. അങ്ങനെ സഹദേവൻ നകുലൻ പോയ അതേ വഴികളിലൂടെ പോയി കുളത്തിൻ്റെ അടുത്തേക്ക് എത്തി. അവിടെ നകുലൻ മരിച്ചു വീണതായി കണ്ടിട്ട് ഒരുപാട് ദുഃഖം തോന്നി സഹദേവന്. എന്നിട്ട് ശരീരത്തിൻ്റെ അവിടെ ഞാൻ പിടിച്ചു നോക്കി, നാഡി പിടിച്ചു നോക്കി, ശ്വാസം നോക്കി. അന്നേരം സൂക്ഷ്മതയോടുകൂടി നോക്കിയപ്പോൾ സഹദേവന് മനസ്സിലായി, ഏതോ വളരെ അഗാധമായ ഉറക്കത്തിൽ പെട്ട് കിടക്കുകയാണ്. വളരെയധികം തീവ്രമായിട്ടുള്ള അബോധാവസ്ഥയിൽ പോയിരിക്കുന്നതായിട്ടാണ് സഹദേവന് തോന്നിയത്. കാരണം ദേഹത്തിലെ ആ ഒരു തേജസ് മങ്ങിയിട്ടില്ല. പക്ഷേ നാഡി നോക്കുമ്പോൾ പൂർണ്ണമായിട്ടും നിശ്ചലമായിട്ടിരിക്കുകയാണ്. ശ്വാസം എടുക്കുന്നേ ഇല്ല. സഹദേവന് എന്താ സംഭവിച്ചതെന്ന് മനസ്സിലായില്ല. പക്ഷെ സഹദേവന് നല്ല ദാഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അതുകൊണ്ട് സഹദേവൻ വെള്ളത്തിൻ്റെ അടുത്തോട്ട് എത്തി. എന്നിട്ട് വെള്ളം കുടിക്കാനായിട്ട് പോയപ്പോൾ ഉടൻ തന്നെ വീണ്ടും ശബ്ദം കേട്ടു, വെള്ളം കുടിക്കരുത്, ഇതെൻ്റെ കുളമാണ്. ആദ്യം എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകൂ, എന്നിട്ട് നീ കുടിക്കാം. പക്ഷെ സഹദേവന് ആ ശബ്ദമൊന്നും കേൾക്കാൻ കഴിയുന്നില്ലായിരുന്നു. കാരണം അത്രയ്ക്ക് ദാഹമായിരുന്നു. അതുകൊണ്ട് സഹദേവൻ ആ ശബ്ദത്തെ ഗൗരവമായിട്ട് എടുക്കാതെ വെള്ളം എടുത്ത് കുടിച്ചു. ഉടൻ തന്നെ സഹദേവനും മരിച്ചു. അന്നേരം നകുലനും സഹദേവനും ഇതുവരെയും തിരിച്ചെത്തിയില്ല എന്നറിഞ്ഞിട്ട് യുധിഷ്ഠിരൻ മഹാരാജ് അർജുനോട് പറഞ്ഞു, അർജുന, മോനെ, നീ പോയിട്ട് നോക്കൂ അവർക്ക് എന്താ സംഭവിച്ചെന്ന്. അന്നേരം അർജുനാണെങ്കിൽ വില്ലും അമ്പുമായിട്ട് പോയി വാളും പിടിച്ചുകൊണ്ട് പോവുകയാണ്. അർജുൻ വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് പോകുന്നത്. എന്തെങ്കിലും ആപത്ത് വന്നോ, എന്തെങ്കിലും ആപത്ത് കാത്തു നിൽക്കുന്നുണ്ടോ എന്ന് വളരെ സൂക്ഷ്മതയോടുകൂടി പോവുകയാണ്. അന്നേരം ഒന്ന് ആലോചിച്ച് പോകണം, പാണ്ഡവരുടെ വനവാസ ജീവിതം അത്ര എളുപ്പമല്ലായിരുന്നു. ഏത് നിമിഷം എന്തും സംഭവിക്കുക, അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എപ്പോഴും ആയുധം കൊണ്ട് നടക്കണം, അംഗരക്ഷകരാരും ഇല്ല, എന്തും സംഭവിക്കാം. ഇന്നത്തെ കാലത്ത് തന്നെ നമ്മളൊരു ഉൾക്കാട്ടിലേക്ക് ഒറ്റയ്ക്ക് പോവുകയാണെങ്കിൽ എങ്ങനെ ഇരിക്കും, അല്ലേ?
ഇന്ന് തന്നെ ഇത്രയും ടഫാണെങ്കിൽ അന്നത്തെ കാലത്ത് പാണ്ഡവരുടെ ആ സമയത്ത് എന്തുമാത്രം ടഫായിരിക്കും അല്ലേ? പല പല ഹിംസമൃഗങ്ങളും രാക്ഷസന്മാരും ഭൂതപ്രേതാദികളും എല്ലാം ഉണ്ടെന്നുള്ളതാണ്. അതിനെയൊക്കെ അതിജീവിച്ച് പാണ്ഡവർ. എളുപ്പമല്ല. അർജുൻ അങ്ങനെ കുളത്തിൻ്റെ അടുത്തേക്ക് എത്തിയപ്പോൾ രണ്ട് സഹോദരന്മാരും കുളത്തിൻ്റെ അടുത്തായിട്ട് ഹരേ കൃഷ്ണ നാരായണ കുളത്തിൻ്റെ അടുത്തായിട്ട് വീണ് കിടക്കുന്നതായിട്ട് കണ്ടു. ഇത് കണ്ട ഉടനെ അർജുന് വലിയ വിഷമായി. ഉടൻ തന്നെ അടുത്തോട്ടെത്തി അവരുടെ മുമ്പിൽ ഇങ്ങനെ അവരുടെ ദേഹത്തെല്ലാം തൊട്ട് നോക്കുകയാണ്. അവരുടെ ദേഹത്ത് പ്രാണൻ്റെ ഒരു ലക്ഷണങ്ങളും കാണുന്നില്ല. അർജുന് വലിയ വിഷമായി. എന്നിട്ട് അർജുൻ ചിന്തിക്കാൻ തുടങ്ങി, ആരായിരിക്കും ഇത് ചെയ്തത്? ആരാണ് ഇവരെ കൊന്നത്? ഒരു യുദ്ധം നടന്നതിൻ്റെ ലക്ഷണങ്ങളും കാണുന്നില്ല. അർജുൻ ചുറ്റും നോക്കി, പക്ഷേ മരങ്ങൾ മാത്രമേ അവിടെയുള്ളൂ. എന്നിട്ട് കുറച്ച് പക്ഷികൾ മാത്രമേ ഉള്ളൂ കുളത്തിൻ്റെ അടുത്തായിട്ട്. അന്നേരം പക്ഷെ അർജുനും വളരെയധികം ശക്തമായിട്ടുള്ള ദാഹം അനുഭവപ്പെടുകയാണ്. ഉടൻ തന്നെ കുളത്തിൻ്റെ അടുത്തായിട്ട് എത്തി വെള്ളം കുടിക്കാനായിട്ട് പോവുകയാണ്. വീണ്ടും ശബ്ദം കേട്ടു, പാർത്ഥ, വെള്ളം കുടിക്കരുത്, ബലാത്കാരേണ വെള്ളം കുടിക്കാൻ ശ്രമിക്കരുത്, ഇത് എൻ്റെതാണ്. എൻ്റെ ചോദ്യത്തിന് ഉത്തരം നൽകിയതിന് ശേഷം മാത്രമേ നീ വെള്ളം കുടിക്കാൻ പറ്റൂ. ഉടൻ തന്നെ അർജുൻ ശബ്ദം വരുന്ന ദിശയിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, നീ ആദ്യം എൻ്റെ മുമ്പിൽ വരൂ, എന്നിട്ട് എന്നെ തടയൂ. എൻ്റെ അസ്ത്രങ്ങൾ നിന്റെ ദേഹത്ത് കൊണ്ടുകഴിഞ്ഞാൽ നീ പിന്നെ ഇങ്ങനെ സംസാരിക്കാൻ ജീവനോടെ കാണത്തില്ലെന്ന്. ഉടൻ തന്നെ അർജുൻ എന്ത് ചെയ്തു? അദൃശ്യമായിട്ടുള്ള വസ്തുക്കളെയോ വ്യക്തികളെയോ വീഴ്ത്താനായിട്ടുള്ള അസ്ത്രങ്ങൾ മന്ത്രജപത്താൽ എറിയുകയാണ്. അർജുൻ ചുറ്റും പല പല അസ്ത്രങ്ങളും പല പല ആയുധങ്ങളൊക്കെ എറിഞ്ഞു. പക്ഷേ എന്നിട്ടും ഒരു ഫലവും ഉണ്ടായില്ല. ഉടൻ തന്നെ ആ ശബ്ദം പറഞ്ഞു, നീ ഇതൊക്കെ ചെയ്യുന്നത് വെറുതെയാണ് അർജുന. എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക, അല്ല നീ വെള്ളം കുടിക്കുകയാണെങ്കിൽ നീ മരിക്കും. ഇതൊന്നും ഗൗരവത്തോടു കൂടി എടുക്കാതെ അർജുൻ എന്ത് ചെയ്തു? വെള്ളം എടുത്ത് കുടിക്കാൻ തുടങ്ങി. ഉടൻ തന്നെ അർജുനും മരിച്ചു. ഏകദേശം 1 മണിക്കൂറായി അർജുൻ പോയിട്ടും. യുധിഷ്ഠിരന് കൂടുതൽ കൂടുതൽ ടെൻഷനായി. എന്നിട്ട് ഭീമനെ അയച്ചു. എന്നിട്ട് പറഞ്ഞു, നമ്മൾ കുറേ നേരമായി ഇവിടെ നിൽക്കുന്നു, നമ്മുടെ സഹോദരങ്ങൾ എന്തുകൊണ്ട് ഇതുവരെ വന്നിട്ടില്ല? നീ പോവൂ, എന്നിട്ട് അവരെ എത്രയും പെട്ടെന്ന് തിരിച്ചു കൊണ്ടുപോകും, ഞാൻ ഇവിടെ കാത്തിരിക്കാമെന്ന്. ഭീമസേനൻ സമ്മതം മൂളി പോവുകയാണ്. അധികം താമസിക്കാതെ തന്നെ ഭീമസേനൻ കുളത്തിൻ്റെ അടുത്തേക്ക് എത്തി. നമുക്ക് ഇതിവിടെ നിർത്തിയാലോ? ബാക്കി നാളെ എടുത്താൽ പോരെ? എന്തു പറയുന്നു? ബാക്കി നമുക്ക് നാളെ എടുക്കാം. കമൻസിലിടോ നിങ്ങളുടെ അഭിപ്രായം എന്താ? വേണ്ട, ഒരാൾ പറഞ്ഞു വേണ്ട. ബാക്കി എല്ലാവരും ഓക്കെ അല്ലേ? ബാക്കി നമുക്ക് നാളെ എടുത്താൽ പോരെ? ബാക്കി നാളെ എടുക്കാം അല്ലേ? നോ, അയ്യോ വേണ്ട, ഇപ്പോൾ തന്നെ. നോ നോ. ഒരാളെ അങ്ങയുടെ ഇഷ്ടം പോലെ. ഓക്കെ, കണ്ടിന്യൂ ചെയ്യാമോ? ഓക്കെ, ഇപ്പോൾ തന്നെ. യെസ്, ഇത്രയും എക്സൈറ്റ്മെന്റ് വരുമ്പോഴാണ് നമുക്ക് നിർത്തുന്നത് എങ്ങനെ ശരിയാവുന്നത് അല്ലേ? നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുന്നുണ്ടെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്.
ഭയങ്കര സർപ്രൈസ്, ഭയങ്കര സസ്പെൻസ് ത്രില്ലർ അല്ലേ? ഹരേ കൃഷ്ണ. തുടരാം. ഭീമസേനൻ 3 സഹോദരന്മാരെ അന്വേഷിച്ച് പോവുകയാണ്. എത്ര മനോഹരമല്ലേ മഹാഭാരതം? ഭയങ്കര ത്രില്ലിങ്. ഇതൊന്നുമല്ല, ഇനി അങ്ങോട്ട് എന്തൊക്കെയാണ് ഭയങ്കര സംഭവം. ഇതൊന്നുമല്ല, ഇനി അങ്ങോട്ട് കിടക്കുക മഹാഭാരതം. ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. അങ്ങനെ കുളത്തിൻ്റെ അടുത്തേക്ക് ഭീമൻ എത്തി. അവിടെ എത്തിയപ്പം ഭീമനാണെങ്കിൽ, ഒരു പ്രഭുജി പറയുന്നു, ഭക്ത പറയുന്നു, സ്വാമിജി സീരിയൽക്കാരെ പോലെ സസ്പെൻസിൽ നിർത്താൻ നോക്കില്ലേ. അതാണ് ഞാനും വിചാരിച്ചത്. ഭീമൻ ചെല്ലുമ്പോൾ എന്താകും? 3 പാണ്ഡവരെയും പുനർജീവിപ്പിക്കാൻ ഭീമന് കഴിയുമോ? എന്തായിരിക്കും അവർക്ക് സംഭവിച്ചത്? അറിയാൻ കാത്തിരിക്കൂ നാളത്തെ എപ്പിസോഡിനായി. ഹരേ കൃഷ്ണ. അന്നേരം ഭീമസേനൻ നോക്കിയപ്പോൾ 3 സഹോദരങ്ങളും അവിടെ ബോധം കെട്ട് കിടക്കുന്നു. മരിച്ചു എന്ന് തന്നെ പറയാം. ഉടൻ തന്നെ ഭീമൻ അറിയില്ല. ഭീമൻ എപ്പോഴും ഭയങ്കര അലർട്ടാണ്. ഭീമൻ ഉറപ്പിച്ചു ഇതേതോ ശക്തനായ ഒരു രാക്ഷസന്റെ പണിയാണ്. അല്ലെങ്കിൽ പിന്നെ സാധാരണ ഒരാൾക്ക് അർജുനെയും നകുല സഹദേവന്മാരെയും കൊല്ലാൻ കഴിയില്ല. ഭീമൻ ഉടനെ കൈയൊക്കെ പിടിച്ചൊന്ന് കെട്ടാൻ തുടങ്ങി അല്ലേ. കൈയൊക്കെ ഒന്ന് 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 തടവിയൊക്കെ റെഡിയായി. നല്ലൊരു അടിക്കുള്ള സമയമായി. അതുകൊണ്ട് ഇനി പ്രതീക്ഷിക്കാത്ത സമയത്ത് ആരെങ്കിലും എടുത്തു ചാടുകയാണെങ്കിൽ അവനുമായിട്ട് ഇടിക്ക് കൂടേണ്ട വരത്തില്ലേ. അതുകൊണ്ട് ആദ്യം ദാഹം തീർക്കാം. ഭീമൻ ഉറപ്പിച്ചു ഏതോ ഒരു രാക്ഷസനാണ് പണി തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ അർജുനോ നകുലും സഹദേവന്മാരും ഇങ്ങനെ വീഴത്തില്ല. അതുകൊണ്ട് എന്തായാലും നല്ലൊരു അടിക്ക് സമയമായി. അതുകൊണ്ട് കുറച്ച് വെള്ളം കുടിച്ച് ദാഹം തീർക്കാം. ഇനി അടി കൂടിക്കൊണ്ടിരുന്നു എപ്പോഴാണ് ഈ കുടിക്കാൻ? ഭീമൻ കിടലോ. ഉടനെ എന്നിട്ട് യുദ്ധത്തിന് വേണ്ടി കുറച്ച് വാമപ്പ് ഒക്കെ ചെയ്തിരിക്കാന്ന് പറഞ്ഞ ഭീമൻ അവിടെ വെള്ളം കുടിച്ചിട്ട് വാമപ്പ് ഒക്കെ ചെയ്യാൻ തുടങ്ങുകയാണ്. അന്നേരം ഭീമൻ എന്ത് ചെയ്തു? വെള്ളത്തിന്റെ അടുത്തേക്ക് പോയി വെള്ളം കുടിക്കാൻ അങ്ങോട്ട് തുടങ്ങിയതും ഉടനെ അവിടെ ശബ്ദം പറഞ്ഞു, പുത്ര വെള്ളം കുടിക്കരുത്, ഇതെന്റെ കുളമാണ്, നീ ആദ്യം എന്റെ ചോദ്യത്തിന്റെ ഉത്തരവൊക്കെ നൽകാൻ പറഞ്ഞു. ഉടൻ തന്നെ ഭീമൻ എന്ത് വിചാരിച്ചു? ഇവൻ തന്നെയായിരിക്കും എൻ്റെ സഹോദരങ്ങളെ കൊന്നത്. ഉടനെ ഭീമൻ ദേഷ്യം കൊണ്ട് വിറച്ച് ചുറ്റും നോക്കി. എന്നിട്ട് ഭീമൻ വിചാരിക്കുകയാണ്, ഈ നീച പ്രവർത്തിക്കൊണ്ട് അവനെ ഇട്ട് ഞാൻ ശരിയാക്കുന്നുണ്ട് എന്നൊക്കെ പല്ലൊക്കെ കടിച്ചിട്ട് പറഞ്ഞു, എവിടെയാവൻ? വാ കൊണ്ടല്ല പറയുന്നത്, ഉള്ളിൽ ഇങ്ങനെ ദേഷ്യം കൊണ്ടിരിക്കുകയാണ്. അത് ഇപ്പം കെട്ടിക്കഴിഞ്ഞാൽ ആളിനെ തുണ്ടം ആക്കുന്ന അവസ്ഥയിൽ ഭീമൻ ഇങ്ങനെ പല്ലും കടിച്ച് ദേഷ്യപ്പെട്ട് ഇങ്ങനെ പറയുകയാണ്. എന്നിട്ട് ഈ ഭീഷണിയൊന്നും ഭീമന് ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല. എന്നിട്ട് ഭീമൻ എന്ത് ചെയ്തു? തല അങ്ങോട്ട് വെള്ളത്തിൻ്റെ ഉള്ളിലോട്ട് അങ്ങ് ഇട്ടു എന്നുള്ളതാണ്. എന്നിട്ട് കുടിക്കാൻ തുടങ്ങി. പക്ഷെ പാവം ഭീമസേനനും വെള്ളം കുടിച്ചതോടെ തന്നെ ആളും മരിച്ചു എന്നുള്ളതാണ്. പാവം യുധിഷ്ഠിരൻ അവിടെ ഒറ്റയ്ക്ക്. ഭീമസേനൻ തിരിച്ചെത്താതെ ആയപ്പോ യുധിഷ്ഠിരന് ഒരുപാട് വിഷമം തോന്നി. എന്നിട്ട് യുധിഷ്ഠിരൻ ചിന്തിക്കുകയായിരുന്നു, ഭീമനെയും അർജുനെയും ആർക്കും യുദ്ധത്തിൽ തോൽപ്പിക്കാൻ കഴിയില്ല, അവരെവിടെ പോയതാണ്? എന്നിട്ട് യുധിഷ്ഠിരൻ ചിന്തിച്ചു, എനിക്ക് തോന്നുന്നു എന്തോ അത്ഭുത കാഴ്ചകളും കണ്ട് അവിടെ ആസ്വദിച്ച് ഇരിക്കുകയായിരിക്കും എല്ലാവരും കൂടെ. അന്നേരം ഉടനെ പിന്നെ യുധിഷ്ഠിരൻ ചിന്തിച്ചു, എൻ്റെ സഹോദരങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല, അവരവരുടെ കർത്തവ്യം ഒരിക്കലും മറക്കത്തില്ല. അവർക്ക് ആജ്ഞ ലഭിച്ചു, ഞാനിവിടെ കാത്തു നിൽക്കുന്നതായിട്ട് അവർക്ക് അറിയുകയും ചെയ്യാം. പിന്നെ സർവോപരി ഞാൻ കാത്തു നിൽക്കുന്നോ ഇല്ലയോ, പക്ഷെ ആ ബ്രാഹ്മണൻ്റെ വസ്തുവകൾ ഇതുവരെയും കിട്ടിയിട്ടില്ല, അവർക്ക് എന്തോ ആപത്ത് പറ്റിയിട്ടുണ്ടോ എന്നിങ്ങനെ യുധിഷ്ഠിരൻ ചിന്തിക്കുകയാണ്. അതുകൊണ്ട് യുധിഷ്ഠിരൻ തന്നെ മുന്നോട്ട് പോവുകയാണ് പാണ്ഡവരെ അന്വേഷിച്ച്. അങ്ങനെ പല പല മരങ്ങളുടെ ഇടയിൽ കൂടെയൊക്കെ യാത്ര ചെയ്ത് അവസാനം
യുധിഷ്ഠിര മഹാരാജ് കുളത്തിൻ്റെ അടുത്തേക്ക് എത്തുകയാണ്. യുധിഷ്ഠിര മഹാരാജ് കി ജയ്. കുളത്തിൻ്റെ അടുത്തുള്ള പല പക്ഷികളുടെയൊക്കെ ശബ്ദം അദ്ദേഹത്തിന് കേൾക്കാൻ പറ്റുമായിരുന്നു. അധികം താമസിയാതെ തന്നെ യുധിഷ്ഠിര മഹാരാജ് കുളത്തിൻ്റെ അടുത്തേക്ക് എത്തി. ആ കുളം കണ്ടപ്പോൾ തന്നെ തോന്നി, ഇത് സാധാരണ ഒരു കുളമല്ല, ദേവലോകമായിട്ട് എന്തോ ബന്ധമുണ്ട്, സാക്ഷാൽ ദേവേന്ദ്രന്റെ എന്താ പറയുക, അമരാവതിയിൽ നിന്ന് വന്നതാണോ, അങ്ങനെ തോന്നി യുധിഷ്ഠിരന്. ധാരാളം താമരകൾ കൊണ്ടും പലതരത്തിലുള്ള അത്ഭുതകരമായിട്ടുള്ള വൃക്ഷങ്ങൾ, ചെടികൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അത് കണ്ടിട്ട് യുധിഷ്ഠിരന് ഒരുപാട് സന്തോഷം തോന്നി. പക്ഷേ ഉടൻ തന്നെ കണ്ടു 4 സഹോദരന്മാർ ഭൂമി വീണ് കിടക്കുന്നതായിട്ട്. ഉടൻ തന്നെ യുധിഷ്ഠിരൻ ഓടി സഹോദരങ്ങളുടെ അടുത്ത് എത്തി. എന്നിട്ട് ഒരുപാട് പേടിച്ച് വിറച്ച് പാവം കരയാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, ഭീമ, നീ പറഞ്ഞതല്ലേ ദുര്യോധനന്റെ തുട പൊട്ടിക്കുമെന്ന്, ഇപ്പൊ ആ പ്രതിജ്ഞ ആര് പൂർത്തീകരിക്കും? അർജുന, നിനക്ക് എന്തു പറ്റി? മനുഷ്യരുടെ പ്രതിജ്ഞകൾ ഒരിക്കലും അസാധുവായി പോകാറില്ലല്ലോ. ദേവന്മാരെല്ലാവരും പറഞ്ഞതല്ലേ നിങ്ങൾ ഇനിയും ഒരുപാട് യുദ്ധമൊക്കെ ചെയ്ത് നമുക്ക് ഈ സാമ്രാജ്യമൊക്കെ വീണ്ടെടുക്കുമെന്ന്. അതിനു മുമ്പേ നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ പോകാൻ കഴിഞ്ഞു? നിങ്ങളെ ആർക്കും യുദ്ധത്തിൽ തോൽപ്പിക്കാൻ കഴിയത്തില്ല എന്നല്ലേ ദേവന്മാർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ഈ ഒരു ആപത്ത് വന്നത്? എൻ്റെ ഹൃദയം വളരെ കല്ലുകൊണ്ട് നിർമ്മിച്ചതാണെന്ന് തോന്നുന്നു. കാരണം ഇത്രയും ഭീകരമായിട്ടുള്ള ഒരു കാഴ്ച കണ്ടിട്ടും ഞാൻ എന്തുകൊണ്ട് തകർന്നു പോകുന്നില്ല? ഇതുമല്ല യുധിഷ്ഠിരൻ മഹാരാജിന്റെ മനസ്സെ. നേരം ഒരു പ്രാണന്റെ ഒരു ലക്ഷണം ഇല്ലാതെ ഇരിക്കുന്ന സഹോദരങ്ങളെ കണ്ടിട്ട് യുധിഷ്ഠിരൻ വീണ്ടും വീണ്ടും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറേ നേരം കരഞ്ഞിട്ട് യുധിഷ്ഠിരൻ മനസ്സിലാകെ സംഭ്രാന്തനായി. എന്താ സംഭവിച്ചെന്ന് ഒന്നും മനസ്സിലായില്ല. എങ്ങനെയൊക്കെയോ മനസ്സിനെ നിയന്ത്രിച്ച് ചിന്തിക്കാൻ തുടങ്ങി. ആരായിരിക്കും ഇത്രയും ശക്തരായിട്ടുള്ള എൻ്റെ സഹോദരങ്ങളെ കൊന്നത്? ഇവരൊക്കെ മഹായോദ്ധാക്കളാണ്. ദേവന്മാർ പോലും പേടിക്കും ഇവരുമായിട്ട് യുദ്ധം ചെയ്യാൻ. യുദ്ധം നടന്ന ഒരു ലക്ഷണങ്ങളും കാണുന്നില്ല. അവരുടെ ശരീരത്തും ഒരു മുറിവുകളോ ഒന്നുമില്ല. അവരെല്ലാം അഗാധ നിദ്രയിലേക്ക് ആണ്ടുപോയതുപോലെ തോന്നുകയാണ്. എന്നിട്ട് യുധിഷ്ഠിരൻ ചുറ്റും അടുത്തുള്ള കുളത്തെ നോക്കി. എന്നിട്ട് ചിന്തിച്ചു, ചിലപ്പോൾ യുധിഷ്ഠിരൻ ദുര്യോധനായിരിക്കും ഈ കുളത്തെ നിർമ്മിച്ചിരിക്കുന്നത്, അതിൽ വിഷം കലർത്തി കാണും. പക്ഷെ യുധിഷ്ഠിരൻ ചിന്തിച്ചു, കുട്ടിക്കാലത്തൊരിക്കൽ വിഷം കൊടുത്തതിന് ശേഷം ഭീമന് ഒരു തരത്തിലുള്ള വിഷവും ഭീമനെ ബാധിക്കാറില്ല. ചിലപ്പോൾ അസുരന്മാരുമായിട്ട് കൗരവർ കൂട്ടുപിടിച്ച് പാണ്ഡവരെ കൊല്ലാനായിട്ട് എന്തെങ്കിലും ചതുവ് പ്രയോഗിച്ചതാണോ? പക്ഷെ വീണ്ടും ചിന്തിച്ചു, ഏത് അസുരനാണ് അർജുന്റെ മുമ്പിൽ പിടിച്ചിരിക്കാൻ കഴിയുക? ഒറ്റയ്ക്ക് നിവാത കവചകന്മാരെ എല്ലാരെയും തകർത്ത ആളാണ്. ലക്ഷക്കണക്കിന് രാക്ഷസന്മാരെ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്ത ആളാണ് എൻ്റെ സഹോദരൻ. എൻ്റെ അനിയന്റെ മുമ്പിൽ ആർക്ക് പിടിച്ചിരിക്കാൻ പറ്റും? യുധിഷ്ഠിര മഹാരാജ് ചുറ്റും നോക്കി. ഒരു കാൽ അടയാളങ്ങളോ ഒന്നും കാണാനില്ല. അർജുന്റെ അസ്ത്രങ്ങളാണെങ്കിൽ അവിടെ ഇവിടെയും വീണ് കിടക്കുന്നു. പക്ഷേ രക്തമൊന്നും ചിന്തിയിട്ടുമില്ല. അന്നേരം വീണ്ടും യുധിഷ്ഠിരൻ ചിന്തിച്ചു, അർജുൻ അസ്ത്രം അയച്ചു, എന്നിട്ട് ആർക്കും ഒന്നും സംഭവിച്ചില്ല. അതൊരിക്കലും നടക്കാത്ത കാര്യമാണ്. അർജുന്റെ ഗാണ്ഡീവത്തിൽ നിന്ന് അസ്ത്രം പോയിട്ടുണ്ടെങ്കിൽ അത് എവിടെയെങ്കിലും കൊള്ളൂ എന്നുള്ളതാണ്. ഇതെങ്ങും കൊള്ളാതെ താഴെ വീണ് കിടക്കുന്നു. നിരർത്ഥകമായിട്ട് അർജുൻ ഒരിക്കലും അസ്ത്രം അയക്കാറില്ല. ഉടൻ തന്നെ യുധിഷ്ഠിരന് മനസ്സിലായി, അമാനുഷികരായിട്ടുള്ള ആരോ എൻ്റെ സഹോദരങ്ങളെ കീഴ്പ്പെടുത്തിയതാണ്. എന്നിട്ട് വളരെ എത്ര ഇന്റലിജന്റ് ആണെന്ന് നോക്കണേ യുധിഷ്ഠിര മഹാരാജ്. യുധിഷ്ഠിര മഹാരാജ് കീ ജയ്. സത്യമല്ലേ? പൊതുവേ നമ്മൾ മഹാഭാരത സീരിയലും അതൊക്കെ കാണുമ്പോൾ യുധിഷ്ഠിരന്റെ ഇത്രയും ക്വാളിറ്റീസ് നമുക്ക് എപ്പോഴെങ്കിലും പഠിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ലല്ലേ, അല്ലേ? ഇപ്പൊ കഴിഞ്ഞ കുറെ എപ്പിസോഡുകൾ നമ്മൾ ചർച്ച ചെയ്തപ്പോഴത്തേക്ക് യുധിഷ്ഠിരന്റെ ആ എബിലിറ്റിയും ക്വാളിറ്റിയും എന്തൊക്കെയാ അല്ലേ? ഒരു സ്പെഷ്യൽ വ്യക്തിത്വമാണ് യുധിഷ്ഠിര മഹാരാജ്. അതുകൊണ്ടാണല്ലോ ലോകം ഭരിച്ച ചക്രവർത്തിയായിട്ട് മാറിയത് അദ്ദേഹം. ദേവന്മാർ പോലും കൈകൂപ്പി നിൽക്കും യുധിഷ്ഠിര മഹാരാജന്. സാക്ഷാൽ ഭഗവാൻ കൂട്ടു നിൽക്കും എപ്പോഴും യുധിഷ്ഠിരന്റെ കൂട്ടത്തിൽ. ഇനി നമുക്ക് നാളെ എടുക്കാം അല്ലേ?
ഇനി 4 മിനിറ്റും കൂടെ ഉള്ളൂ. നാളെ എടുക്കാം, അതല്ലേ നല്ലത്? പോരെ, നാളെ എടുത്താൽ പോരെ? എന്തു പറയുന്നു? ഇന്ന് വന്ന എല്ലാ ഭക്തജനങ്ങൾക്ക് ഒരുപാട് നന്ദി. നാളെ രാവിലെ നമുക്ക് സത്സംഗത്തിൽ കാണാം. ഓക്കെ, തുടങ്ങാം. നാളെ പോരെ? എന്തു പറയുന്നു? തുടരാം. ഓക്കെ, നിങ്ങൾ പറഞ്ഞാൽ പിന്നെ അതിനപ്പുറം ഒന്നുമില്ല, അത്രേ ഉള്ളൂ. അന്നേരം യുധിഷ്ഠിര മഹാരാജ് വളരെ സൂക്ഷ്മതയോടുകൂടി നോക്കാൻ തുടങ്ങി. അവരെല്ലാം മരണപ്പെട്ടതായിട്ട് കാണുന്നുണ്ടെങ്കിലും അവരുടെ ദേഹത്തിൻ്റെ തേജസ് മങ്ങിയിട്ടില്ല, അവരുടെ ശരീരത്തിലെ ലക്ഷണങ്ങളൊന്നും മാറിയിട്ടില്ല. അതിൽ നിന്ന് യുധിഷ്ഠിരന് മനസ്സിലായി അവരുടെ ഉള്ളിലെ ആത്മാവ് ഇപ്പോഴും ശരീരത്തിൽ തന്നെ ഉണ്ടെന്ന്. പ്രാണന്റെ ലക്ഷണങ്ങൾ കാണുന്നില്ലെങ്കിലും ഇതിൽ നിന്ന് ഒരു കാര്യം യുധിഷ്ഠിരന് മനസ്സിലായി, ഇവരുടെ പ്രാണവായുവിനെ യമരാജൻ അപഹരിച്ചിരിക്കുകയാണ്. വാവ്, ഇത്ര അമേസിങ് പോയിന്റാണ്. നോക്കണേ, അതായത് ആത്മാവ് വേറെ പ്രാണവായു വേറെ എന്ന് വളരെ ക്ലിയറാണ്. എന്നാൽ ഈ പ്രാണവായുവിനെ നിയന്ത്രിക്കുന്നത് യമരാജനാണെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഈ പ്രാണവായുവിനെ മാറ്റിക്കഴിഞ്ഞാൽ ആത്മാവ് ശരീരത്തിൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിലും മരണത്തിൻ്റെ, അതായത് മരണത്തിന് തുല്യമാണത്. ആക്ച്വലി ആത്മാവ് ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷെ ആത്മാവിന് ആ ശരീരമായിട്ടുള്ള ആക്സസ് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ ശരീരത്തിലെ പ്രധാന ഘടകം ഈ ശരീരത്തിൽ നിലനിൽക്കണമെങ്കിൽ പ്രാണവായുവാണ്. എന്നിട്ട് ഈ പ്രാണവായുവിനെ നിയന്ത്രിക്കുന്ന ആളാണ് പരമാത്മാവ്. എന്നിട്ട് ആ പരമാത്മാവ് ഫുൾ കൺട്രോളും പ്രാണവായുവിൻ്റെ യമരാജന് കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ എത്രയൊക്കെ അഹങ്കരിച്ചിരുന്നാലും പ്രാണവായുവിൽ ഒറ്റപ്പിടി തീർന്നു മക്കളെ, കാര്യങ്ങൾ തീർന്നു. എത്ര വലിയ കൊലകൊമ്പനാണെങ്കിലും വലിയ ആനയാണെങ്കിലും തിമിംഗലമാണെങ്കിലും ഒറ്റപ്പിടി ഏതില്? പ്രാണവായുവില്. അതോടുകൂടി തീർന്നു. എത്ര വലിയ കൊലകൊമ്പനാണെങ്കിലും എത്ര വലിയ മസിൽസ് ഉള്ള ആളാണെങ്കിലും എത്ര വലിയ ശക്തനാണെന്ന് പറഞ്ഞാലും ഒരു രക്ഷയില്ല, പ്രാണവായുവിനെ പിടിച്ച് തീർന്നു. പിന്നെ നമുക്ക് ശരീരത്തിൽ ഒരു നിയന്ത്രണവും ഇല്ലെന്നുള്ളതാണ്. ഹരേ കൃഷ്ണ. അമേസിങ് പോയിന്റ് അല്ലേ? മഹാഭാരതം എത്ര ഡീപ്പാണെന്ന് നോക്കണേ. അതുകൊണ്ട് യുധിഷ്ഠിര മഹാരാജന് മനസ്സിലായി എത്ര ബുദ്ധിപരമായിട്ടാണ് യുധിഷ്ഠിര മഹാരാജ് സൂക്ഷ്മമായിട്ട് എല്ലാം നിരീക്ഷിക്കുന്നതെന്ന് നോക്കണേ. പിന്നെ ധർമ്മ അദ്ദേഹത്തിന്റെ തന്നെ പുത്രനാണ്, പിന്നെ എങ്ങനെ മനസ്സിലാവാതിരിക്കുക അല്ലേ? എന്നിട്ട് ഉടനെ പറഞ്ഞു, അന്നേരം യുധിഷ്ഠിര മഹാരാജന് മനസ്സിലായി ഇത് സാക്ഷാൽ യമരാജൻ തന്നെ ഇവരുടെ പ്രാണവായുവിനെ മാറ്റിയിരിക്കുകയാണ്. അതുകൊണ്ട് യുധിഷ്ഠിരൻ ഏകദേശം കാര്യങ്ങളൊക്കെ ഒരു വ്യക്തത കിട്ടി. അന്നേരം കുളത്തിലോട്ടൊന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകും എന്ന് യുധിഷ്ഠിര മഹാരാജന് മനസ്സിലായി. എന്നിട്ട് യുധിഷ്ഠിരന് മനസ്സിലായി ഈ കുളം കാരണം തന്നെയാണ് പാണ്ഡവർക്ക് ഈ മറ്റു സഹോദരങ്ങൾക്ക് മരണം സംഭവിച്ചത് എന്ന് മനസ്സിലായി. അന്നേരം അടുത്തൊരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചോ, പ്രാണവായു പോയി ആത്മാവ് പോയിട്ടില്ല, അതുകൊണ്ട് ശരീരത്തിന്റെ തേജസ് മങ്ങിയിട്ടില്ല. അമേസിങ് പോയിന്റ്സ് അല്ലേ? മരണത്തെക്കുറിച്ചുള്ള ആ ഒരു രഹസ്യങ്ങൾ ഇവിടെ നമുക്ക് വെളിപ്പെടുകയാണ്. അതായത് ആത്മാവ് പോകുമ്പോൾ ശരീരത്തിലെ തേജസ് മങ്ങും. ആത്മാവാണ് നമ്മുടെ ശരീരത്തിലെ ആ ഒരു ചൈതന്യം.
പക്ഷെ ആത്മാവ് പോയി കഴിഞ്ഞാൽ തേജസ് മങ്ങും. പക്ഷെ ഇവിടെ പ്രാണവായു പോയി, ആത്മാവ് പോയിട്ടില്ല. അതുകൊണ്ട് ദേഹത്തിലെ തേജസ് മങ്ങിയിട്ടില്ല. ഇത്ര അടിപൊളി പോയിന്റ്സ് ആണ് അല്ലേ? ഇതിന്റെ മരണം യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നതെന്ന് ഇവിടെ വളരെ വ്യക്തമായിട്ട് ക്ലിയർ ആവുകയാണ് അല്ലേ? വളരെ വ്യക്തമായിട്ട് ക്ലിയർ ആവുകയാണ്. അത് വളരെ ക്ലിയർ ആയിട്ട് വ്യക്തമാകുകയാണ്. ഹരേ കൃഷ്ണ. എന്തായാലും ക്ലാരിറ്റിയോടുകൂടി വ്യക്തത കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ വ്യക്തതയോടുകൂടി ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് ക്ലാരിഫൈ ചെയ്യാം. ഉടൻ തന്നെ യുധിഷ്ഠിര മഹാരാജ് എന്ത് ചെയ്തു? കുളത്തിലോട്ട് ഇറങ്ങി. എന്നിട്ട് ആളുടെ കവചമൊക്കെ മാറ്റി, എന്നിട്ട് ഉള്ളിലോട്ട് ഇറങ്ങി. ഉടൻ തന്നെ ആ ശബ്ദം കേട്ടു, വത്സ, വെള്ളത്തിൽ ഇറങ്ങരുത്, ഈ കുളം എൻ്റേതാണ്, നിനക്ക് വെള്ളം കുടിക്കണമെങ്കിൽ എൻ്റെ ചോദ്യത്തിന് ഉത്തരം നൽകണം. മര്യാദയ്ക്ക് ആ ചോദ്യത്തിന് ഉത്തരം. നമ്മുടെ പരീക്ഷ ഇതേപോലെ ആക്കണം. എല്ലാ പരീക്ഷ ചോദ്യത്തിന് ഉത്തരം നൽകിയില്ലെങ്കിൽ നേരെ പ്രാണവായുവിനെ അപഹരിച്ചുകൊണ്ട് അവിടെ തന്നെ യുധിഷ്ഠിര മഹാരാജ് ചുറ്റും നോക്കി. എന്നിട്ട് പറഞ്ഞു, ആരാണ് നീ? ഉടൻ തന്നെ യമരാജൻ എന്താ പറഞ്ഞതെന്നറിയാം? നീ കാണുന്ന കൊക്കും ഞാനാണ്, നീ കാണുന്ന പുല്ലുകളും ഞാനാണ്, മത്സ്യവും ഞാനാണ്, എല്ലാവരുടെ ഉള്ളിലും ഞാൻ ഉണ്ടെന്ന് പറഞ്ഞു. എത്ര അമേസിങ് പോയിന്റ് അല്ലേ? എല്ലാവരുടെ ഉള്ളിലും മരണം ഉണ്ടെന്നുള്ളതാണ്. കറക്റ്റ് അല്ലേ? നമ്മൾ ജനിക്കുന്ന സമയത്തെ നമ്മൾ എങ്ങനെ തട്ടിപ്പോകണമെന്ന് നേരത്തെ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. അത് ജനിക്കുമ്പോഴേ ഏത് രോഗത്താലാണ് നമ്മൾ ഇവിടുന്ന് വടിയാകേണ്ടതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ എങ്ങനെയാണ്, ഏത് ആക്സിഡൻ്റ് ആണെങ്കിലും എന്തായാലും അതൊക്കെ നേരത്തെ തന്നെ ഫിക്സ് ചെയ്തത്. അതായത് എക്സ്പയറി ഡേറ്റ് ബർത്ത് ഡേറ്റിനെയും കാട്ടിയും കുറച്ചും കൂടെ ക്ലിയർ ആണ്. നമുക്ക് ക്ലിയർ അല്ല, നമുക്ക് ക്ലാരിറ്റി ഇല്ല, പക്ഷെ യമരാജിന് കറക്റ്റ് ഡേറ്റും ടൈമും സെക്കൻഡ്സ് വരെ അറിയാമെന്നുള്ളതാണ്, എപ്പോഴാണ് നമ്മൾ ഇവിടുന്ന് പോവേണ്ടതെന്ന്. അന്നേരം ഇവിടെ ആ ശബ്ദം പറഞ്ഞു, നിന്റെ സഹോദരങ്ങൾ എൻ്റെ വാക്കുകളെ അവഗണിച്ചുകൊണ്ട് അവർ വെള്ളത്തിലിറങ്ങി, അതുകൊണ്ടാണ് മരിക്കപ്പെട്ടത്. അതേപോലെ അങ്ങും എൻ്റെ ചോദ്യത്തിന് ഉത്തരം നൽകിയില്ല എങ്കിൽ എൻ്റെ കൈകൊണ്ട് 5ാമത്തെ ഒരു മരണവും ഇനി സംഭവിക്കുകയായിരിക്കുന്നു. യുധിഷ്ഠിരന് വലിയ അത്ഭുതമായി. ഉടൻ തന്നെ നോക്കിയപ്പോൾ, നേരത്തെ പറഞ്ഞില്ലേ ഞാൻ ആ കൊക്കിനകത്തും ഉണ്ട് മീനകത്തും ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ, കൊക്കിനെ നോക്കിയിട്ട് പാവ യുധിഷ്ഠിരൻ പറയാ, അങ്ങ് മഹാദേവനാണോ, അതോ അഷ്ടവസുക്കളിൽ ഒരാളാണോ, അങ്ങ് സാക്ഷാൽ വായുദേവനാണോ? ഒരിക്കലും ഒരു പക്ഷിക്ക് ഇത്രയും ശക്തരായിട്ടുള്ള യോദ്ധാക്കളെ കൊല്ലാൻ കഴിയില്ല. ദേവന്മാർക്ക് പോലും, ഗന്ധർവന്മാർക്ക്, അസുരന്മാർക്ക് പോലും കഴിയാത്ത കാര്യമാണ് അങ്ങ് ചെയ്തിരിക്കുന്നത്. എനിക്ക് അറിഞ്ഞൂടെ അങ്ങ് ആരാണ്, അങ്ങയുടെ ഉദ്ദേശം എന്താണ്. പക്ഷെ ഇതൊക്കെ അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. ഞാൻ ഒരുപാട് ഭയത്തിലാണ്, എനിക്ക് ഒരുപാട് ദുഃഖം തോന്നുന്നു, ഭയം തോന്നുന്നു, എൻ്റെ മനസ്സാകെ സംഭ്രമത്തിലാണ്. അതുകൊണ്ട് അങ്ങ് എന്തുകൊണ്ട് ഇവിടെ നിൽക്കുന്നു, അങ്ങയുടെ ഉദ്ദേശം എന്താണ് എന്നൊക്കെ എനിക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരാം. അന്നേരം യഥാർത്ഥത്തിൽ ആ കൊക്കായിട്ട് തന്നെയായിരുന്നു യമരാജൻ നിൽക്കുന്നത്. ഉടൻ തന്നെ ആ കൊക്ക് വളരെ വലിയ ഒരു ഭീകര രൂപമായിട്ട് മാറി. വലിയ ചുവന്ന കണ്ണുകളും സൂര്യനെക്കാട്ടിയും അതീവ ശക്തമായിട്ടുള്ള തേജസ്സും, എന്നിട്ട് മേഘം ഗർജിക്കുന്ന പോലെ സംസാരിച്ചുകൊണ്ട് പറയാണ്,
ഞാൻ പക്ഷിയല്ല, ഞാൻ ഒരു കൊക്കല്ല, ഞാൻ യക്ഷനാണ്. ഞാനാണ് നിന്റെ 4 സഹോദരന്മാരെയും കൊന്നിരിക്കുന്നത്. അവിടെ തെറ്റിന് ഞാൻ ശിക്ഷ നൽകിയിരിക്കുകയാണ്. ഞാൻ പല പ്രാവശ്യം അവരോട് പറഞ്ഞു, ഇത് എൻ്റെ കുളമാണ്, ഇവിടുന്ന് കുടിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. അവരവരുടെ പ്രാണൻ അവർക്ക് പ്രിയപ്പെട്ടതാണെങ്കിൽ ഒരിക്കലും ഈ ജലം എൻ്റെ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ആജ്ഞ സ്വീകരിക്കാതെ അവർക്ക് ഒരിക്കലും കുടിക്കാൻ പാടില്ലായിരുന്നു. ഈ കുളം എൻ്റേതാണ്. എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാതെ ആർക്കും ഈ കുളത്തിൽ നിന്ന് വെള്ളം കുടിക്കാൻ കഴിയും. ഉടൻ തന്നെ യുധിഷ്ഠിര മഹാരാജ് പറഞ്ഞു, യക്ഷ, അങ്ങയുടേതായിട്ടുള്ള ഒന്നും ഞാൻ തട്ടിയെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങയുടെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ഉത്തരം നൽകാം. അങ്ങ് ചോദിച്ചോളുന്നുണ്ട്. ഇനിയാണ് കിടിലം കേട്ടോ. ഇതെല്ലാവരും നോട്ട് ചെയ്യണം. യക്ഷൻ്റെ ഓരോ ഇത് യക്ഷനല്ല, അതിനി മനസ്സിലാവും നിങ്ങൾക്ക്. ഓരോ ചോദ്യങ്ങളും അടിപൊളി ചോദ്യമാണ്. അന്നേരം യക്ഷൻ ചോദ്യങ്ങൾ ചോദിക്കാൻ ആരംഭിക്കുകയാണ്. ഒരു ആത്മാവ് ഭൗതിക കെട്ടുബന്ധനങ്ങളിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാം? ഒരു ആത്മാവിൻ്റെ നിത്യ സന്തത സഹചാരി ആരാണ്? ആധ്യാത്മിക യാത്രയിൽ ആരാണ് ആത്മാവിന് മാർഗനിർദ്ദേശങ്ങൾ നൽകുക? അതിൻ്റെ അടിസ്ഥാനം എന്താണ്? ഇതെല്ലാം ഒറ്റ ചോദ്യം കേട്ടോ. അതായത് ആത്മീയമായിട്ടുള്ള ചോദ്യം. എന്താണ് ചോദ്യം? ഭൗതിക കെട്ടുബന്ധനങ്ങളിൽ നിന്ന് ഒരു ആത്മാവിന് എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും? ആരാണ് ആത്മാവിൻ്റെ കൂട്ടത്തിൽ എപ്പോഴും സഞ്ചരിക്കുന്ന ആള്? ആ ആത്മാവിനെ ആധ്യാത്മികമായിട്ട് സഹായിക്കാൻ വഴികാട്ടിയായിട്ട് ആരുണ്ട്? എന്താണ് അതിൻ്റെ ആധാരം എന്ന്? ഇനി നമുക്ക് ഇതിൻ്റെ ഉത്തരം പഠിക്കാം. ആദ്യത്തെ ചോദ്യത്തിൻ്റെ ആദ്യത്തെ ഭാഗം, അതായത് ഒന്നാമത്തെ ചോദ്യത്തിന് 3-4 ഭാഗങ്ങളുണ്ട്. അന്നേരം അതിൻ്റെ ഉത്തരം നമുക്ക് പഠിക്കാം. ഭൗതിക ബന്ധനങ്ങളിൽ നിന്നും ഒരു ആത്മാവിന് എങ്ങനെ ഉയരാൻ കഴിയും? അന്നേരം ഇവിടെ പറയുന്നു, ഭഗവാനെ കുറിച്ചുള്ള അറിവ്. അടിപോൾ, ഹരിബോൾ, അടിപോൾ, അടിപൊളി. ഭഗവാനെ കുറിച്ചുള്ള അറിവുകളാണ് ഒരു ആത്മാവിനെ കെട്ടുബന്ധനങ്ങളിൽ നിന്ന് ഉയരാൻ സഹായിക്കുന്നത്. ഇനി അടുത്ത ആദ്യത്തെ ചോദ്യത്തിന്റെ രണ്ടാമത്തെ ഭാഗം, ഒരു വ്യക്തി എന്താണ് കൊണ്ട് നടക്കുന്നത്? ആ വ്യക്തിയുടെ കൂട്ടത്തിൽ എന്താണ് കൂട്ടത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കുന്നത്? അവിടെ പറയുന്നു, ആ വ്യക്തിയുടെ ദിവ്യ ഗുണങ്ങൾ. ആ വ്യക്തിയുടെ ദിവ്യ ഗുണങ്ങളാണ് ഒരു ആത്മാവ് എപ്പോഴും കൊണ്ട് നടക്കുന്നത്. എന്നിട്ട് ഒരു ആത്മാവിൻ്റെ ആധ്യാത്മിക യാത്രയിൽ ആരാണ് വഴികാട്ടി? ധർമ്മമാണ് വഴികാട്ടി. എന്നിട്ട് ആ ധർമ്മം എന്തിലാണ് നിലനിൽക്കുന്നത്? എന്താണ് ആ ആത്മാവിൻ്റെ അടിത്തറ? സത്യം. സത്യത്തിലാണ് ഉറച്ചു നിൽക്കേണ്ടത്. അതായത് ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആധ്യാത്മിക നമ്മുടെ ഭൗതിക കെട്ടുബന്ധനങ്ങൾ. എന്താണ് ഈ കെട്ടുബന്ധങ്ങൾ? നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ കയ്യിലിരിപ്പുകൾ, ഇതാണ് കെട്ടുബന്ധനങ്ങൾ. അന്നേരം ഈ ഊരാക്കുടുക്കിൽ നിന്നൊക്കെ എങ്ങനെ രക്ഷപ്പെടാം? ഭഗവാനെ കുറിച്ചുള്ള അറിവിലൂടെ. ഓക്കെ, ഇനി ഭഗവാനെ കുറിച്ചുള്ള അറിവിലൂടെ നമ്മൾ ഇതിൽ നിന്നൊക്കെ ഊരി വന്നാൽ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും കാണുമോ? ഉണ്ട്. എന്തൊക്കെയാണ്? ദൈവീക ഗുണങ്ങൾ. ഓക്കെ, അന്നേരം നമ്മുടെ നല്ല നല്ല ഗുണങ്ങൾ, ആത്മീയ ഗുണങ്ങളൊക്കെ നമ്മുടെ കൂട്ടത്തിൽ വരും. ഓക്കെ, നല്ല കാര്യം. അന്നേരം ഇതിൽ മുന്നോട്ട് പോകാൻ ആരായിരിക്കും നമ്മളെ സഹായിക്കുക? ധർമ്മം. ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താ? ധർമ്മം തു സാക്ഷാത് ഭഗവത് പ്രണീതം. നിയമം.
ഈ പ്രപഞ്ചത്തിൽ ഭഗവാൻ പറഞ്ഞിട്ടുള്ള നിയമവ്യവസ്ഥ അനുസരിച്ച് ജീവിക്കുക. അതാണ് നമുക്ക് വഴികാട്ടി. ഭഗവത്ഗീതയല്ലേ നമ്മുടെ വഴികാട്ടി. ഭഗവത്ഗീതയാണ് ഭഗവാൻ പറയുന്ന ധർമ്മം. അതായത് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ ഭൗതിക കെട്ടുബന്ധനങ്ങളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും? ഭഗവാനെക്കുറിച്ചുള്ള അറിവ്, ഭഗവത്ഗീത. ഓക്കെ. ഇനി ഒരു വ്യക്തി എന്തായിരിക്കും ആ വ്യക്തി കൊണ്ടുപോകുന്നത്? ഗുണങ്ങൾ മാത്രം, ദിവ്യ ഗുണങ്ങൾ. ഇനി ആ വ്യക്തിക്ക് വഴികാട്ടിയായിട്ട് ആരുണ്ട്? ധർമ്മം. എന്താണ് ധർമ്മം? ഭഗവത്ഗീത. ഇനി എന്താണ് ആ വ്യക്തിയുടെ യഥാർത്ഥ അടിസ്ഥാനം? സത്യം. അതായത് നമ്മൾ പൊതുവെ പറയത്തില്ലേ, ഇവിടെ കൂടുതൽ നീ പൊങ്ങരുത് കേട്ടോ, ഭൂമിയിൽ തന്നെ നിൽക്കും, തറയിൽ നിൽക്കാൻ പഠിക്കൂ. അതിൻ്റെ അർത്ഥം എന്താ? ഈ കൂടുതൽ ഇങ്ങനെ ചാടരുത് കേട്ടോ, കുറച്ച് തറയിൽ നിൽക്കാൻ പഠിക്കുന്നു. എന്താണ് അതിൻ്റെ അർത്ഥം? ഗ്രൗണ്ടഡ് ടു റിയാലിറ്റി. നമ്മൾ ആരാണ്, എന്താണ്, എവിടെയാണ് എന്ന് മറന്ന് ഒന്നും ചെയ്യാൻ പാടില്ല. ഇതൊക്കെ മറന്നിട്ടാണ് നമ്മൾ ഓരോ പ്രവൃത്തികളും ചെയ്യുന്നത്. ഞാൻ ആരാണ്? ശരീരമല്ല, ആത്മാവാണ്. താൽക്കാലികമായിട്ട് ഞാൻ ഇവിടെ വന്നിരിക്കുകയാണ്, അത്രയേ ഉള്ളൂ. പിന്നെ ഇവിടെ ഇത്രയൊക്കെ കാട്ടിക്കൂട്ടേണ്ട വല്ല ആവശ്യമുണ്ടോ? അന്നേരം സത്യത്തിൽ നിന്നും വ്യതിചലിക്കരുത്. വാവ് മാൻ, അമേസിങ് പോയിന്റ്സ് അല്ലേ? എത്ര പേർക്ക് ഇഷ്ടമായി? ഈ ഒരു ഒറ്റ ചോദ്യം നമ്മൾ എപ്പോഴും ഒന്ന് ചിന്തിച്ചാൽ മതി. അതായത് ഭൗതിക കെട്ടുബന്ധനങ്ങളിൽ നിന്ന് നമുക്ക് എങ്ങനെ രക്ഷപ്പെടാം? ഭഗവാനെ കുറിച്ചുള്ള അറിവുകൾ കൂടുതൽ ശേഖരിക്കാം. ഓക്കെ, അറിവുകൾ ശേഖരിച്ചുകൊണ്ടിരുന്നു. അന്നേരം നമുക്ക് കൂട്ടായിട്ട് ആരെങ്കിലുമൊക്കെ വേണ്ടേ? കൂട്ടായിട്ട് ആരുണ്ട്? ദിവ്യ ഗുണങ്ങളാണ് നമ്മുടെ കൂട്ട്. പൊതുവെ നമ്മൾ എന്താ പറയുക? അയ്യോ, ഞാൻ ഒറ്റയ്ക്കായിപ്പോവും, ഇതാണ്, ആരുമില്ല എനിക്ക്, ഞാനിങ്ങനെ നല്ല പിള്ളേ ആയിക്കഴിഞ്ഞാൽ ആരും എൻ്റെ അടുത്ത് കാണത്തില്ല. അന്നേരം പറയും, ഈ നല്ല ഗുണങ്ങളാണ് നമ്മുടെ കൂട്ടം. അമേസിങ് പോയിന്റ് അല്ലേ? ഇവിടെ യക്ഷൻ ചോദിക്കുന്ന ചോദ്യം, ആരായിരിക്കും നമ്മുടെ കൂട്ട്? അതായത് ഭഗവാനെ കുറിച്ചുള്ള അറിവുകളാണല്ലോ നമ്മളെ കെട്ടുബന്ധങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത്. അന്നേരം ആ യാത്രയിൽ നമ്മൾ പോകാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ കൂട്ട് ആരായിരിക്കും? നമ്മുടെ ഗുണങ്ങളാണ് നമ്മുടെ കൂട്ട്. അല്ലാതെ നമ്മൾ ഈ യാത്രയിൽ സഞ്ചരിക്കുമ്പോൾ അവരെൻ്റെ കൂട്ട് കാണും, ഇവരെൻ്റെ കൂട്ട് കാണും. നോ, ഈ ക്വാളിറ്റീസ്, നമ്മുടെ നല്ല ഗുണങ്ങളാണ് നമ്മുടെ ഏറ്റവും വലിയ കൂട്ടം. അപ്പോൾ അത് ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ അല്ലേ? നമ്മളെപ്പോഴും എന്താ പ്രതീക്ഷിക്കുന്നത്? അയ്യോ, ആരെൻ്റെ കൂട്ടത്തിൽ കാണും, ഞാൻ നല്ല വ്യക്തി ആയിക്കഴിഞ്ഞാൽ ആരും എൻ്റെ കൂട്ടത്തിൽ കാണത്തില്ല, ഞാനിപ്പോൾ ജപിക്കുന്നു, 4 യമനിയമങ്ങൾ പാലിക്കുന്നു, അവരെൻ്റെ കൂട്ടത്തിൽ ഇല്ല, ഇവരെന്നെ ഒറ്റപ്പെടുത്തുന്നു, എനിക്ക് ആരുമില്ല. ഈ ഗുണങ്ങളാണ് നമ്മുടെ ഏറ്റവും വലിയ കൂട്ട്. കാരണം എന്താ? ഈ ഗുണങ്ങൾ നമ്മളെ വലിയ ആപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തും. പക്ഷെ നമ്മൾ സോ കോൾ ഫ്രണ്ട്സ്, കൂട്ടുകെട്ട്, ഇവരാരും നമ്മളെ സഹായിക്കത്തില്ല. കിടിലൻ ചോദ്യം, കിടിലൻ ഉത്തരം. കാരണം നമ്മുടെ യഥാർത്ഥ കൂട്ടെന്ന് പറഞ്ഞാൽ ആരാ? നമ്മുടെ ഗുണങ്ങൾ തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ കൂട്ട്. ഇനി അടുത്ത എന്താ പറഞ്ഞത്? ഓക്കെ, നമുക്ക് വഴികാട്ടിയായിട്ട് ആരെങ്കിലും വേണ്ടേ? ധർമ്മമുണ്ട് വഴികാട്ടിയായിട്ട്. ധർമ്മത്തിൽ നിന്ന് ഒരിക്കലും ട്രാക്ക് മാറരുത്. അങ്ങോട്ടും ആവരുത്, ഇങ്ങോട്ടും ആവരുത്. കറക്റ്റ് ധർമ്മത്തിൽ പോവുക, അധർമ്മം ചെയ്യാതിരിക്കുക. എന്താണ് ധർമ്മം? 4 യമനിയമങ്ങൾ തെറ്റിക്കാതിരിക്കുക. എന്താണ് യുഗധർമ്മം? നാമം ജപിക്കുക. അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. അന്നേരം ധർമ്മത്തിൽ നിന്ന് ഡിവീറ്റ് ആവത്തില്ല. അന്നേരം ദൈവിക ഗുണങ്ങൾ നമ്മുടെ ഉള്ളിൽ കാണും. നമ്മൾ കെട്ടുബന്ധങ്ങളിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യും. സൂപ്പർ അല്ലേ? അന്നേരം എന്തായിരിക്കും ഇതൊക്കെ? എന്തിനു വേണ്ടി നമ്മൾ ഫോളോ ചെയ്യണം? അതായത് ഭൗതിക കെട്ടുബന്ധനങ്ങളിൽ നിന്ന് രക്ഷപ്പെടണം. അതിനെന്താ ചെയ്യേണ്ടത്? ഭഗവാനെ കുറിച്ചുള്ള അറിവുകൾ. നമ്മുടെ യഥാർത്ഥ കൂട്ട് എന്താണ്? ദൈവിക ഗുണങ്ങൾ. ഇനി വഴികാട്ടി ധർമ്മം. എന്തിനു വേണ്ടി? കാരണം സത്യത്തിൽ ഉറച്ചു നിൽക്കണം. നമ്മൾ ഈ ശരീരമല്ല, ഇതെല്ലാം താൽക്കണം, ഇതെല്ലാം കള്ളമാണ്. സത്യമായിട്ടുള്ള ഒന്നേ ഉള്ളൂ, ഞാൻ ഈ ശരീരമല്ല, ഞാൻ ആത്മാവാണ്. കേട്ടല്ലോ അല്ലേ? ഇതാണ് ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. ഒരു വ്യക്തി
എങ്ങനെയാണ് വിദ്വാനാകുന്നത്? ഏറ്റവും പരമോന്നതമായിട്ടുള്ള അവസ്ഥയിലേക്ക് ഒരു വ്യക്തിക്ക് എങ്ങനെ എത്താൻ കഴിയും? രണ്ടാമത്തെ സ്വയം എന്താണ്? എന്ത് ചെയ്താലാണ് ഒരു വ്യക്തി ബുദ്ധിമാനാകുന്നത്? ഒന്നും മനസ്സിലായില്ലല്ലേ? പക്ഷെ ഉത്തരം പറയുമ്പോൾ മനസ്സിലാവും. എന്താണ് ചോദ്യം? ഒരു വ്യക്തി വിദ്വാനാകുന്നത് എന്തിലൂടെയാണ്? ഒരു വ്യക്തി ഉയരുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിൽ? ഒരു വ്യക്തി ഉയർന്ന നിലവാരത്തിലേക്ക് എത്തുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിൽ? ഇതെല്ലാം ഒരു ചോദ്യമാണ്. ആദ്യത്തെ സെറ്റ് ഓഫ് ചോദ്യം, ഇത് രണ്ടാമത്തെ സെറ്റ് ഓഫ് ചോദ്യം. ഈ രണ്ടാമത്തെ സെറ്റ് ഓഫ് ചോദ്യത്തിലെ ആദ്യത്തെ ഭാഗം എന്താണ്? ഒരു വ്യക്തി വിദ്വാനാകുന്നത് എന്തിലൂടെയാണ്? ഒരു വ്യക്തി ഉയർന്ന നിലവാരത്തിൽ എത്തുന്നത് എങ്ങനെയാണ്? രണ്ടാമത്തെ സ്വയം എന്താണ്? രണ്ടാമത്തെ സ്വയം, പിന്നെ ഒരു വ്യക്തി ബുദ്ധിമാനാകുന്നത് എങ്ങനെയാണ്? ആദ്യത്തെ ചോദ്യം എന്താണ്? ഒരാൾ വിദ്വാനാകുന്നത് എങ്ങനെയാണ്? വേദശാസ്ത്രങ്ങൾ പഠിക്കുന്നതിലൂടെ ഒരു വ്യക്തി വിദ്വാനാകുന്നു. കേട്ടില്ലേ? രണ്ടാമത്തെ, ഒരു വ്യക്തിയുടെ നിലവാരം എങ്ങനെ ഉയരുന്നു? തപസ്യയിലൂടെ. തപസ്യയിലൂടെ ഒരു വ്യക്തി ഉയരുന്നു. കേട്ടില്ല അല്ലേ? അമേസിങ് പോയിന്റ്, അമേസിങ്, സൂപ്പർ പോയിന്റ്. ഇനി അടുത്ത പറയുന്നത് എന്താ? രണ്ടാമത്തെ സ്വയം എന്താണ്? ബുദ്ധിയാണ് രണ്ടാമത്തെ സ്വയം. അതായത് ആദ്യത്തെ സ്വയം എന്ന് പറഞ്ഞാൽ ആത്മാവ് അല്ലേ? രണ്ടാമത്തെ സ്വയമാണ് ബുദ്ധി. അതായത് ബുദ്ധിയാണ് ആത്മാവുമായിട്ട് ഏറ്റവും അടുത്തിരിക്കുന്നത്. ബുദ്ധി എന്ന് പറയുന്നത് രഥത്തിലെ സാരഥിയെ പോലെയാണ്. ആത്മാവ് ഒന്നും ചെയ്യാതെ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ് ശരീരത്തിൻ്റെ ഉള്ളിൽ. പക്ഷേ ബുദ്ധിയാണ് മനസ്സിനെ നിയന്ത്രിക്കുന്നത്, മനസ്സാണ് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നത്. എന്നിട്ട് യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും നിയന്ത്രിക്കുന്നത് ബുദ്ധിയാണ്. അന്നേരം ബുദ്ധി എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ നമ്മൾ ഈ ശരീരത്തിനകത്തിരിക്കുന്നത്. ഇത് എത്ര പേർക്ക് ക്ലിയർ ആയി? രണ്ടാമത്തെ സ്വയം എന്ന് പറയുന്നത്. എത്ര പേർക്ക് ക്ലിയർ ആയി? രണ്ടാമത്തെ സ്വയം, ഇതിനകത്തിരിക്കുന്ന ആത്മാവ് നമ്മൾ, രണ്ടാമത്തെ നമ്മൾ ബുദ്ധിയാണ്. ആ ബുദ്ധിയാണ് മനസ്സിനെ നിയന്ത്രിക്കുന്നത്, മനസ്സാണ് ശരീരത്തെ നിയന്ത്രിക്കുന്നത്. ക്ലിയർ ആയോ? വേദശാസ്ത്രം പഠിച്ച് വിദ്വാനാകുന്നു, തപസ്യയിലൂടെ ഒരു വ്യക്തി ഉയരുന്നു, അവരുടെ നിലവാരം ഉയരുന്നു. തപസ്യ എങ്ങനെ? ഇന്ദ്രിയ ആസ്വാദനത്തിൽ നിന്ന് പിന്മാറുന്നു, ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ഏർപ്പെടുന്നു. അതാണ് തപസ്യ. വെരി സിമ്പിൾ. ക്ലിയർ ആയല്ലോ അല്ലേ? ഓക്കെ. അടുത്ത്, ഒരു വ്യക്തി ബുദ്ധിമാനാകുന്ന എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? മുതിർന്ന വ്യക്തികളെ ബഹുമാനിക്കുന്നതിലൂടെ, അവരുടെ സേവനം ചെയ്യുന്നതിലൂടെ. വാവ്. അതായത് ബുദ്ധിയുള്ള വ്യക്തികളെ അനുസരിക്കുന്നതിലൂടെ ഒരു വ്യക്തി ബുദ്ധിമാനാണ്. ബുദ്ധിയുള്ള വ്യക്തികൾ പറയുന്നത് കേൾക്കുമ്പോൾ അടുത്ത ആള് ബുദ്ധിമാനായിട്ട് മാറും. ഹരേ കൃഷ്ണ. എന്തോ അല്ലേ ഈ ഒരു ലോജിക്ക്? എത്ര അമേസിംഗ് ആണല്ലേ? അടുത്ത മനസ്സിലായില്ലേ? അന്നേരം ഇത് നമുക്ക് നാളെ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി കുറച്ച് ലെങ്തിയാണ് കേട്ടോ. ബാക്കി നമുക്ക് നാളെ എടുത്താലോ? കാരണം വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ഒരു ചോദ്യം കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ട് ബാക്കി നമുക്ക് നാളെ എടുക്കാം കേട്ടോ. ഓക്കെ. അന്നേരം ഒരു വ്യക്തി വിദ്വാനാകുന്ന എന്തിലൂടെയാണ്? വേദശാസ്ത്ര പഠനത്തിലൂടെ.
ഒരു വ്യക്തിയുടെ നിലവാരം ഉയരുന്നത് എങ്ങനെയാണ്? തപസ്യയിലൂടെ. തപസ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യരുത്, അതിൽ നിന്ന് ഇന്ദ്രിയ ആസ്വാദനത്തിൽ നിന്ന് മാറി നിൽക്കുക, എന്നിട്ട് ആധ്യാത്മിക പുരോഗതിക്ക് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. അല്ലേ? നമ്മൾ 4 യമനിയമങ്ങൾ പാലിക്കുന്നു, നാമം ജപിക്കുന്നു. ഇതിനനുസരിച്ച് ഒരു വ്യക്തിയുടെ നിലവാരം ഉയരുന്നു. അത് നമ്മൾ അനുഭവിച്ചറിഞ്ഞല്ലേ അല്ലേ? സത്സംഗത്തിൽ വരുന്നതിന് മുമ്പേ എങ്ങനെയായിരുന്നു നമ്മൾ നാമമൊക്കെ ജപിച്ച് ഇപ്പോൾ എങ്ങനെയാണ് നമ്മുടെ കോൺഷ്യസ്നസ് എങ്ങനെയാണ് എലിവേറ്റ് ആവുന്നത്? സൂപ്പറല്ലേ? ഇനി മൂന്നാമത്തെ എന്താ? ഈ രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ എൻ്റെ അടുത്ത ഭാഗം, രണ്ടാമത്തെ സ്വയം എന്താണ്? നമ്മുടെ ബുദ്ധിയാണ് രണ്ടാമത്തെ സ്വയം. ഈ രണ്ടാമത്തെ സ്വയം, ഇതിനെക്കുറിച്ച് മണിക്കൂറോളം ചർച്ച ചെയ്യാനുള്ള വകുപ്പുണ്ട്. മണിക്കൂറോളം ചർച്ച ചെയ്യാനുള്ള വകുപ്പുണ്ട്. അതെന്തായാലും നമുക്ക് ചെയ്യണം. കാരണം ഈ രണ്ടാമത്തെ സ്വയം മനസ്സിലായി കഴിഞ്ഞാലുണ്ടല്ലോ, ഇപ്പോൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ കിട്ടും. ഐ തിങ്ക് നമുക്കത് ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്യാം അല്ലേ? അന്നേരം നാളെ വൈകുന്നേരത്ത് നമുക്ക് എന്തായാലും അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്യാം. എന്താണ് ഈ രണ്ടാമത്തെ സ്വയം ഉദ്ദേശിക്കുന്നത്? അതിൽ ഒരുപാട് ഡീപ്പായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഈ ബുദ്ധി എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ ഒരു റോൾ പ്ലേ ചെയ്യുന്നുണ്ട്, ഇത് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ വളരെ സിമ്പിളായിരിക്കും. നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാനൊക്കെ വളരെ എളുപ്പമായിരിക്കും. പക്ഷെ ഇത് മനസ്സിലായില്ലെങ്കിൽ വളരെ ടഫായിരിക്കും. ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? ബുദ്ധിയെക്കുറിച്ച് നമ്മൾ അധികം ചിന്തിക്കാറില്ല. നമ്മൾ എന്താ ചിന്തിക്കുന്നത്? ആത്മാവ്, മനസ്സാണെങ്കിൽ ഒരു കൺട്രോളും ഇല്ലാതെ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു, എവിടേക്കോ പോയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് മനസ്സിൽ ഒരു നിയന്ത്രണവും ഇല്ല. പക്ഷെ ബുദ്ധിയെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ, നിക്കട അവിടെ എന്ന് പറഞ്ഞാൽ ഇടതോട്ട് ചരിയാനെ, അങ്ങോട്ട് ചരിയാനെ, നിൽക്കാനെ, ഇരിക്കാന്, അതേപോലെയാണ്. കാരണം വലിയ ഇത്രയും ശക്തനായിട്ടുള്ള ആനയാണെങ്കിലും ഒരു പാപ്പാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിക്കടാ ആനെ, ഇരിക്കടാ, എഴുന്നേക്കടാ. സത്യം. അന്നേരം ബുദ്ധിയെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ, മൈൻഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ശക്തമായിട്ടുള്ള ഒരു ആനയാണ് അല്ലേ? മൈൻഡ് നമ്മളെ കൊണ്ട് എന്തൊക്കെ ക്രേസി കാര്യങ്ങളാണ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കോമാളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ. നമ്മുടെ മുമ്പിൽ തന്നെ നമ്മളെ കോമാളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. സത്യമല്ലേ? ഏറ്റവും വലിയ കോമാളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മളുടെ മനസ്സ് നമ്മളെ തന്നെ. അന്നേരം ആ മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ, ഇതറിയാൻ കാത്തിരിക്കൂ. നാളെ വൈകുന്നേരത്ത് 6 മണിക്ക് നമുക്ക് ചർച്ച ചെയ്യാം എങ്ങനെ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാം രണ്ടാമത്തെ സ്വയത്തിലൂടെ. ക്ലിയർ? ഇത് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കുക. നാളെ നമുക്കത് ചർച്ച ചെയ്യാം കേട്ടോ. അന്നേരം ഒരു വ്യക്തിയുടെ രണ്ടാമത്തെ സ്വയം എന്താണ്? അതാണ് ബുദ്ധി. എന്നിട്ട് ഒരു വ്യക്തി ബുദ്ധിമാനാകുന്ന എന്തിലൂടെയാണ്? നിങ്ങൾ പറയൂ ഉത്തരം. കേട്ടില്ലേ നിങ്ങൾ? എന്ത് ചെയ്യുന്നതിലൂടെയാണ് ഒരു വ്യക്തി ബുദ്ധിമാനാകുന്നത്? പറയൂ. ബുദ്ധിയുള്ളവര് പറയുന്നത് കേൾക്കുന്നതിലൂടെ. ഇവിടെ എക്സാക്ട് വാക്കെന്ന് പറഞ്ഞാൽ മുതിർന്നവരുടെ സേവനം ചെയ്യുന്നതിലൂടെ. മുതിർന്നവർ എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാ? പ്രായത്തിൽ കൂടിയവരാണോ? ബുദ്ധിയുടെ കാര്യത്തിൽ ഉയർന്ന് ചിന്തിക്കാൻ കഴിവുള്ള വ്യക്തികൾ ബുദ്ധിയുള്ളവരെ സഹായിക്കുന്നതിലൂടെ എന്ന് പറഞ്ഞാൽ അവരുടെ സേവനം ചെയ്യുന്നതിലൂടെ. ഇവിടെ മുതിർന്ന വ്യക്തികൾ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? ഇൻ ടേംസ് ഓഫ് ഇന്റലിജൻസ്. അന്നേരം ബുദ്ധിയുള്ളവർ പറയുന്നത് കേൾക്കുന്നതിലൂടെ നമ്മളും ബുദ്ധിമാനാകും. കിട്ടില്ലല്ലേ? സോ ഈ 2 ക്വസ്റ്റ്യൻ ഇല്ലേ, അതായത് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലെ ഈ 2 സെക്ഷൻ, അതായത് അതാണ് ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ളത്. അതായത് രണ്ടാമത്തെ സ്വയം എന്താണ്, അത് കൂടാതെ ഒരു വ്യക്തി എങ്ങനെ ബുദ്ധിമാനാകുന്നു, ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്. അതിനുവേണ്ടി നമ്മൾ നാളെ വൈകുന്നേരം വരെ കാത്തിരിക്കാം അല്ലേ?
ഓക്കെ, വേറൊന്നും ഇല്ലല്ലോ അല്ലേ? സോ നാളെ വൈകിട്ട് നമുക്ക് കാണാം. നാളെ രാവിലെ ഉണ്ട് ശ്രീമദ് ഭാഗവത തത്വങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. ഇന്നത്തെ മഹാഭാരതം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ മഹാഭാരതത്തിൽ നിന്ന് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ കമൻസിലിടുക. അതായത് മറ്റുള്ളവർക്കും അത് ഈ ഒരു വീഡിയോ കാണാൻ ഒരു പ്രചോദനം ലഭിക്കും. അവർ കണ്ട് അവരുടെ ജീവിതത്തിലും ഇതൊക്കെ ആചരിക്കാനും അവരുടെ ജീവിതം നന്മയിലേക്ക് തിരിയാൻ എല്ലാവർക്കും ഒരു പ്രചോദനമായിരിക്കും. അതിൻ്റെ ഒരു പുണ്യം, അതിൻ്റെ ഒരു സുഹൃതം നിങ്ങൾക്കും കിട്ടും. അതുകൊണ്ട് നിങ്ങൾക്ക് ലഭിച്ച കാരുണ്യം അത് മറ്റുള്ളവർക്കും നൽകാൻ ശ്രമിക്കുക. അതുകൊണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം ആൾക്കാരോടും പറഞ്ഞു കൊടുക്കുക. അതായത് കൂടുതലും നിങ്ങൾക്കറിയാവുന്ന വ്യക്തികളോട് ഈ സത്സംഗത്തിനെ കുറിച്ചോ സംസാരിക്കുമ്പോഴാണ് അവർക്കത് കൂടുതലും കാണാൻ തോന്നുന്നത്. പിന്നെ ഒരിക്കൽ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലായി ഇത് കൊള്ളാമല്ലോ, ഇത് യൂട്യൂബിലൊന്നും ഇല്ലാത്ത സംഭവമാണല്ലോ, ഇത് ഫേസ്ബുക്കിൽ എങ്ങും ഇല്ലല്ലോ, ഇത്രയും കാലമായിട്ട് ഞാൻ ഇതൊക്കെയല്ലേ അന്വേഷിച്ചുകൊണ്ട് വരുന്നത് എന്നൊക്കെ അവർക്ക് ചിന്തിക്കാൻ പറ്റും. അതെൻ്റെ കഴിവാണോ? അല്ല, ശില പ്രഭുപാദ്, പിന്നെ എൻ്റെ ഗുരു മഹാരാജ്. പ്രഭുപാദ്ജിയുടെയും ഗുരു മഹാരാജിൻ്റെയും നമ്മുടെ എല്ലാം സ്വാമിനിയായ ശ്രീമതി രാധാറാണി, ഈ ഗുരു പരമ്പരയുടെ കാരുണ്യം, ചൈതന്യ മഹാപ്രഭുവിൻ്റെ കാരുണ്യമാണ് ഇതൊക്കെ. അടിയൻ്റെ അറിവുകളല്ല, ആ ഗുരു പരമ്പരയിലൂടെ ലഭിച്ച അറിവുകളാണ്. ഇത്രയും കാലം സത്സംഗം കേൾക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ മാറ്റം ഉണ്ടായി, ഇനിയും മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും സത്സംഗം ഇത്രയും പ്രിയങ്കരമായി മാറുന്നത്. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇതൊക്കെ കേൾക്കേണ്ട ആവശ്യമുണ്ട്. കാരണം മഹാഭാരതം ആർക്കും അറിയാത്തത്, ഭാഗവതം ആർക്കറിയാം? നിങ്ങൾക്ക് എല്ലാവർക്കും മഹാഭാരതം അറിയാം, ഭാഗവതം അറിയാം, ഗീത അറിയാം, നാരായണീയം അറിയാം. പക്ഷേ അതിൽ ഒളിഞ്ഞു കിടക്കുന്ന രഹസ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ആ രഹസ്യങ്ങളെയാണ് നമ്മൾ ഈ സത്സംഗത്തിലൂടെ ഡീകോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഡീകോഡ് ചെയ്യാനുള്ള ചാവി പ്രഭുപാദ്ജിയും ഗുരു മഹാരാജും ഗുരു പരമ്പരയൊക്കെ അടിയന് നൽകിയതുകൊണ്ടാണ്, അല്ല എൻ്റെ ക്വാളിറ്റീസ് ഒന്നുമില്ല. ആ ഡീകോഡിങ് ചെയ്യാനുള്ള ചാവി നിങ്ങൾക്കും ഞാൻ നൽകുകയാണ്. ഇതേ ചാവി എല്ലാവർക്കും ലഭിച്ചു കഴിഞ്ഞാൽ അവരെല്ലാം അവരുടെ ജീവിതത്തിൽ വളരെ ഉയർന്ന നിലവാരത്തിലേക്ക് ഉയരും. ഓക്കെ, ഹരേ കൃഷ്ണ, താങ്ക് യു. എല്ലാവരും ഈ സത്സംഗം മാക്സിമം ഷെയർ ചെയ്യുക, പറഞ്ഞു കൊടുക്കുക. ഈ സത്സംഗം കേൾക്കൂ, ഇതിലൂടെ ഒന്ന് കേട്ടു നോക്കൂ എന്ന് പറയും. അതിലൂടെ എന്ത് പറ്റും, കൂടുതൽ പേർക്കും ഈ ഒരു നന്മയിലേക്ക് വരാൻ കഴിയും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി നമുക്ക് നാളെ രാവിലെ ഭാഗവത തത്വങ്ങളിലേക്ക് കിടക്കാം. ഹരേ കൃഷ്ണ.